അത്രയും സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, നിങ്ങളുടെ വിശിഷ്ടമായ ഈ സമ്മേളനത്തിൽ പല പരിപാടികളുടെ കൂട്ടത്തിൽ നടക്കുന്ന ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാധ്യമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. സമാധാനവും മാധ്യമങ്ങളും എന്ന സവിശേഷമായ വിഷയമാണ് ഞങ്ങൾക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ സമാധാനവും മാധ്യമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാൻ ക്ഷണിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. പലപ്പോഴും മാധ്യമ ചർച്ചകളിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദർഭം അത് യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. യേശു ജനിച്ച ആ രാത്രിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരായ മനുഷ്യരോട്, ഇടയന്മാരോട്, ഇതാ നിങ്ങൾക്ക് ഒരു നല്ല വാർത്ത ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജനന വാർത്ത അറിയിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ നല്ല വാർത്ത അറിയിക്കുന്ന ആ ഒരു മുഹൂർത്തം, നിമിഷം, അത് എപ്പോഴും എല്ലാ കാലത്തും നമുക്ക് സാധ്യമാവില്ല. കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത് നല്ല വാർത്തകളല്ല. നല്ല വാർത്ത എന്നർത്ഥം വരുന്ന സദ്വാർത്ത എന്ന പേരിൽ കൊച്ചിയിലൊരു പത്രം തന്നെ ആരംഭിച്ചു. പക്ഷേ ഏറെക്കാലം നിലനിന്നില്ല. മാതൃഭൂമി ന്യൂസിൽ, ചാനലിൽ ഇപ്പോൾ നല്ല വാർത്ത എന്ന പേരിൽ ഒരു 30 മിനിറ്റ് പരിപാടിയുണ്ട്. അതിന്റെ അർത്ഥം ആ 30 മിനിറ്റ് ഒഴികെ ബാക്കി എല്ലാ സമയങ്ങളിലും നല്ലതല്ലാത്ത വാർത്തകൾ നൽകുന്നു എന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. വാർത്ത ഒരിക്കലും നല്ലതല്ല. നല്ല സംഭവങ്ങൾ മാത്രമല്ല വാർത്തയാകുന്നത്, നല്ലതല്ലാത്ത സംഭവങ്ങളും വാർത്തയാകുന്നു. ഇവിടെ സമാധാനവും മാധ്യമങ്ങളും എന്ന വിഷയം വരുമ്പോൾ ഞാൻ ബൈബിൾ സന്ദർഭം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. യേശുവിന്റെ ജനനം. അവിടെ ദൈവദൂതർ ഈ നല്ല വാർത്ത അറിയിച്ചതിനു ശേഷം ആലപിക്കുന്ന ഒരു ഗാനത്തിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ആശംസയുണ്ട്. അപ്പോൾ നല്ല മനസ്സും സമാധാനവും തമ്മിൽ ബന്ധമുണ്ട്. സമാധാനം എന്നത് യുദ്ധമില്ലാത്ത അവസ്ഥ മാത്രമല്ല. നമ്മൾ സാധാരണ അങ്ങനെ കരുതും, യുദ്ധവും സമാധാനവും. അതുകൊണ്ട് യുദ്ധമില്ലെങ്കിൽ സമാധാനം എന്ന് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല എന്ന് നമുക്കറിയാം. സമാധാനം എന്നത് യുദ്ധമില്ലാത്ത അവസ്ഥയല്ല. നമ്മുടെ മനസ്സുകളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് സമാധാനം. അതിന് നല്ല മനസ്സ് ആവശ്യമുണ്ട്. നല്ല മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ദൈവദൂതന്റെ ആശംസ. അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾക്ക് എന്ത് പങ്കുവഹിക്കാൻ കഴിയും എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അമേരിക്കയും സ്പെയിനും തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിന്റെ കാര്യം പരാമർശിക്കുകയുണ്ടായി. ആ യുദ്ധം വാസ്തവത്തിൽ മാധ്യമ സൃഷ്ടിയായിരുന്നു. ക്യൂബയിൽ ഹവാന തുറമുഖത്ത് മുങ്ങിപ്പോയ ഒരു അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ചൊല്ലി ഒരു പത്രാധിപർ നടത്തിയ ക്യാമ്പയിൻ ഒടുവിൽ അമേരിക്കയും സ്പെയിനും തമ്മിൽ സ്പാനിഷ് അമേരിക്കൻ വാർ എന്നറിയപ്പെടുന്ന യുദ്ധമായി മാറി. അപ്പോൾ മാധ്യമങ്ങൾ, അന്ന് പത്രം മാത്രമാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുന്നു, സമാധാനം സൃഷ്ടിക്കാനല്ല ആഗ്രഹിക്കുന്നത്, യുദ്ധം സൃഷ്ടിക്കാനാണ്. യുദ്ധകാലമാണ് മാധ്യമങ്ങളുടെ നല്ല കാലം. 2ാം ലോകമഹായുദ്ധം എന്തെല്ലാം ദോഷങ്ങൾ നമ്മൾ പറയുമ്പോഴും മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാലമായിരുന്നു 2ാം ലോകമഹായുദ്ധം നടന്ന ആ 6 വർഷങ്ങൾ. ധാരാളം മികച്ച പ്രഗത്ഭരായ യുദ്ധകാര്യ ലേഖകരും പലതരത്തിലുള്ള നേട്ടങ്ങൾ ഒക്കെ ഉണ്ടായി. ഇപ്പോഴും എവിടെയെങ്കിലും ഒരു സംഘർഷം, ഏറ്റുമുട്ടൽ നമ്മുടെ അതിർത്തിയിൽ, ഇന്ത്യൻ അതിർത്തിയിൽ ഒരു പരിമിതമായ തോതിലെങ്കിലും ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകുന്നതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ പത്താൻകോട്ട് നടന്ന ആക്രമണം, അത് യുദ്ധം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ എത്ര ആഘോഷത്തോടെയാണ് ആ വാർത്തകൾ നമുക്ക് നൽകിയത്. അതുകൊണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ച് അവർ സമാധാനമാണോ കാക്ഷിക്കുന്നത്, യുദ്ധമാണോ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ യുദ്ധം തന്നെയാണെന്ന് പറയേണ്ടി വരും. വലിയ തോതിലുള്ള യുദ്ധം നടന്നില്ലെങ്കിലും എവിടെയെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവണം, സംഘട്ടനം ഉണ്ടാവണം. അത് മാധ്യമങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് വായനക്കാരെ സംബന്ധിച്ചും നമ്മുടെ മാധ്യമങ്ങളിൽ അത്തരം വാർത്തകൾ വരുന്നത്
നമുക്കും സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യമുണ്ട്. അവിടെയാണ് മനസ്സുകൾ വിപുലീകരിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവേണ്ടത്. മനുഷ്യ മനസ്സുകൾ സംഘർഷരഹിതമാകുന്ന അവസ്ഥ ഉണ്ടാവണം. മനുഷ്യ മനസ്സുകൾ സംഘട്ടനത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത അവസ്ഥ ഉണ്ടാവണം. അത് സൃഷ്ടിച്ചെടുക്കുന്നതിൽ മാധ്യമങ്ങൾ മാത്രമല്ല പങ്കുവഹിക്കേണ്ടത്. നമ്മുടെ മതങ്ങളുടെയും സമുദായ സംഘടനകളുടെയും എല്ലാം ഉത്തരവാദിത്വമാണത്. എല്ലാവരും ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ്. പക്ഷെ എല്ലാവരും അങ്ങനെ ശ്രമിക്കുമ്പോഴും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അസഹിഷ്ണുതയാണ്, മതസ്വാതന്ത്ര്യമാണ്, വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ, അവയുടെ നിഷേധം. അവയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ സമാധാനത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, യുദ്ധത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് യുദ്ധം എന്നത് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള സൈനികമായ ഏറ്റുമുട്ടൽ മാത്രമല്ല യുദ്ധം. നമ്മുടെ മനസ്സുകളിൽ ആ യുദ്ധം, പലതരത്തിലുള്ള യുദ്ധങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയെ ആളിക്കത്തിക്കാതിരിക്കാൻ, ഊതിക്കത്തിക്കാതിരിക്കാൻ മാധ്യമങ്ങൾക്ക് ശ്രമിക്കാം. മാധ്യമങ്ങൾക്ക് ഒരു മിതത്വം പാലിക്കാം, സംയമനത്തോടെ വാർത്തകൾ നൽകാം. അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടാറുണ്ട്. പ്രസ് കൌൺസിൽ നൽകുന്നുണ്ട്, നമ്മുടെ നിയമങ്ങൾ നൽകുന്നുണ്ട്. പത്രാധിപന്മാർക്കും അക്കാര്യമൊക്കെ അറിയാം. പക്ഷെ അതിനപ്പുറത്ത് ഈ ലോകം യുദ്ധരഹിതമായി സമാധാനത്തിന്റേതായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ എന്ന് പറയുമ്പോൾ നീതി പുലരുന്ന ഒരു സമൂഹം ഉണ്ടാവണം. നമ്മളെപ്പോഴും ചർച്ചകളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് നീതി നിഷേധം എന്നുള്ളത്. നീതി എന്നത് നമ്മുടെയൊക്കെ സ്രഷ്ടാവ് ആയ ദൈവത്തിന്റെ, പരമകാരുണികനായ ദൈവത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ ഒരു കൃപയാണ് നീതി എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ, ആകാശത്തു നിന്ന് മഴ പെയ്യുമ്പോൾ അതെല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവകൃപയായ നീതിയും അതെല്ലാവർക്കും ലഭിക്കേണ്ടതാണ്. ആ നീതി എവിടെയെങ്കിലും ആർക്കെങ്കിലും നിഷേധിക്കപ്പെടുമ്പോഴാണ് സംഘർഷവും സംഘട്ടനവും ഉണ്ടാകുന്നത്, സമാധാനം നഷ്ടപ്പെടുന്നത്, അത് യുദ്ധമായി മാറുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് നീതി എന്ന ആ രണ്ടക്ഷരത്തിന്റെ വ്യാപ്തി പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് നീതിപൂർവകമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയുള്ള ശ്രമത്തിൽ മാധ്യമങ്ങൾക്ക് എന്ത് പങ്കുവഹിക്കാൻ കഴിയും? അതാണ് ചോദ്യം. അതൊരു ക്രിയാത്മകമായ ഇടപെടലും സർഗാത്മകമായ പ്രവർത്തനവുമാണ്. ആ ഇടപെടലും പ്രവർത്തനവും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നെങ്കിൽ അവർ സമാധാനദാതാക്കൾ എന്ന് നമുക്ക് വിളിക്കേണ്ടി വരും. സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരെ ലോകം എപ്പോഴും അംഗീകരിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, അതൊരു അഭിഭാഷക സംഘടനയ്ക്ക് കിട്ടി. സാധാരണ വക്കീലന്മാർക്ക് നൊബേൽ സമ്മാനമില്ല. പക്ഷെ ഇത് വക്കീലന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് നൊബേൽ കമ്മിറ്റി സമാധാനത്തിനുള്ള പുരസ്കാരം നൽകിയത് അവർ സമാധാനത്തിനു വേണ്ടി പരിശ്രമിച്ചു എന്ന കാരണത്താലാണ്. സമാധാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവർ അവർ ദൈവത്തിന്റെ മുന്നിൽ മാത്രമല്ല മനുഷ്യരുടെ മുന്നിലും പ്രകീർത്തിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ ചരിത്രപരമായ ഉത്തരവാദിത്വമുണ്ട്. യുദ്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന്, സംഘർഷം വളർത്തുന്നതിന്, സ്പർദ്ധ വർദ്ധിപ്പിക്കുന്നതിന് മാത്രമല്ല സമാധാനത്തിന് അനുകൂലമായി തീരുന്ന അന്തരീക്ഷം, മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന ഉത്തരവാദിത്വവും മാധ്യമങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾ ആ പ്രവൃത്തി എത്രമാത്രം നന്നായി ചെയ്യണമെന്ന് നമ്മുടെ ആഗ്രഹം. പക്ഷെ ഈ ഒരു ദൗത്യം, മാനവികമായ ഒരു ദൗത്യം, അത് നമ്മുടെ മാധ്യമപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷയം മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാതെ വികസനവും മാധ്യമവും, മനുഷ്യാവകാശങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയവും, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ സമാധാനവും മാധ്യമങ്ങളും എന്ന നമുക്കെല്ലാം പരിചയമുള്ളതും എന്നാൽ അപൂർവമായി മാത്രം ഉപയോഗിക്കുന്നതുമായ ഒരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മാധ്യമപ്രവർത്തകരെയും മാധ്യമ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്, നിങ്ങൾ സമാധാന ദാതാക്കൾ ആയി മാറണം, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ആ നീതി എല്ലാവർക്കും ഉറപ്പാക്കുന്ന ഒരു അവസ്ഥയിൽ മാധ്യമപ്രവർത്തനമെന്നത് ദൈവികമായ പ്രവർത്തനമായി മാറും. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അന്ന് ബത്ലഹേമിൽ ആ രാത്രിയിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട്
ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല വാർത്ത എന്ന് വിളംബരം ചെയ്തപ്പോൾ അതാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ തുടക്കം. അത് ദൈവികമായ പ്രവർത്തനമായിരുന്നു. ആ ദൈവികമായ പ്രവർത്തനം എന്നത് സമാധാന സ്ഥാപനത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. അങ്ങനെയുള്ള നല്ല പ്രവൃത്തിയിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ചർച്ചയായി ഇത് മാറട്ടെ എന്ന ആശംസയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ശ്രദ്ധിക്കുക, ഗ്രാൻഡ് സലോട്ട് വളണ്ടിയർമാരായി നിയമിച്ചിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് ജൂനിയർ കോളേജ് ഓഫീസിന്റെ പരിസരത്ത് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സമാധാനവും മാധ്യമങ്ങളും എന്ന ചർച്ചയിൽ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് NP ചേക്കുട്ടി പ്രഭാഷണം നടത്തുന്നു. സാദരം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ആദരണീയനായ ഹൈദരി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട മനോഹർ അലി ശിഹാബ് തങ്ങൾ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സജീവൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെപ്പറ്റി ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെട്ടതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, നമ്മുടെ മലബാറിലെ മതവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സമൂഹത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള ഉത്ഥാന രംഗത്ത് വലിയ തോതിൽ മഹത്തായ സംഭാവനകൾ അർപ്പിച്ച ഒരു സ്ഥാപനത്തിന്റെ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ്. രണ്ടാമത്, ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വളരെ മഹനീയമായിട്ടുള്ള പാരമ്പര്യമുള്ള പല ആളുകളുമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വളരെയേറെ അടുത്ത സമ്പർക്കം പുലർത്താൻ എനിക്ക് സാധിച്ചിരുന്നു. അതിൽ എനിക്ക് ആദ്യം പറയാനുള്ള പേര് അന്തരിച്ചുപോയ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിലെ ഏറ്റവും ചിന്താശീലരായിട്ടുള്ള, ഏറ്റവും വലിയ സമാധാന കാംക്ഷികളായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ എണ്ണുന്നത്. ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം, നമ്മുടെ മാധ്യമ സമൂഹത്തിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഭിന്നതകളുടെയും ഭിന്നിപ്പുകളുടെയും ഭീതിയുടെ അന്തരീക്ഷത്തിന്റെയും ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ സംഭാവനകളെ കാണാൻ. ഇന്നിപ്പോ മാധ്യമത്തിലൂടെയും അല്ലാതെയും പലതരത്തിലുള്ള മാധ്യമങ്ങളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ അടക്കമുള്ള മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന തെറ്റായ കുപ്രചാരണങ്ങളുടെ പേരിൽ ഒരൊറ്റ ഉദാഹരണം, നോർത്ത് ഇന്ത്യയില് ഒരു മനുഷ്യൻ അയാളുടെ വീട്ടിൽ പശു ഇറച്ചി കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് ഒരു പ്രചാരം വരെ നടത്തപ്പെട്ടു. രാത്രി കേട്ട പാടെ കേൾക്കാത്ത പാടെ ആളുകൾ പോയിട്ട് ആ മനുഷ്യനെ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുവന്ന് അദ്ദേഹത്തെ വെട്ടിക്കൊല്ലുകയും തല്ലിക്കൊല്ലുകയും ചെയ്തു. യാതൊരു ചോദ്യോത്തരവില്ലാത്ത രൂപത്തിലാണ് സംഭവിച്ചത്. ഈ തരത്തിൽ രാജ്യത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ ദാനമില്ലാത്തതുകൊണ്ട്, കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തതുകൊണ്ട്, തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതുകൊണ്ട് അങ്ങേയറ്റം കലാപ കലുഷിതമായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ എത്തി. പരസ്പര വിശ്വാസമില്ല. ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക്, ഈ സമൂഹത്തിലെ വിവിധ സാമൂഹിക വിഭാഗങ്ങൾക്ക് പരസ്പര വിശ്വാസമില്ലാത്ത ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ 92-ലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകൻ എന്ന നിലയിലുള്ള എന്റെ അനുഭവങ്ങൾ ഇപ്പൊ വീണ്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. രാജ്യത്ത് വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങളിൽ വലിയ തോതിൽ വിശ്വാസമർപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഞങ്ങളുടെ പല സഹപ്രവർത്തകരും അന്ന് ആ സംഭവ സമയത്ത് ഈ അയോധ്യയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ സഹപ്രവർത്തകരടക്കം. ഞാൻ അന്ന് ഇന്ത്യയിലാണ്.
പലരെയും അവിടെ വെച്ച് തല്ലി വീഴ്ത്തുകയുണ്ടായി. പലർക്കും കഠിനമായിട്ടുള്ള പരിക്ക് പറ്റുകയുണ്ടായി. വാർത്തകൾ സത്യസന്ധമായിട്ട് നാട്ടിലേക്ക് കൊടുക്കാനുള്ള അവസരം ഇല്ലാതാക്കപ്പെട്ടു. കലാപത്തിന്റെ ഒരു അന്തരീക്ഷമാണ് ഈ സംഭവത്തിനു ശേഷം രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ടായി വന്നത്. മാധ്യമപ്രവർത്തകരുടെ ഒരു പരാജയമായിട്ട് ഞാനത് കാണുന്നില്ല, മാധ്യമ പ്രവർത്തനത്തിന്റെ പരാജയമായിട്ടും കാണുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് സത്യസന്ധമായ വിവരങ്ങൾ കൊടുക്കുന്നതിലുണ്ടായ പരാജയം, ജനങ്ങളെ ശരിയായ മട്ടിൽ നയിക്കുന്നതിലുണ്ടായ പരാജയം, ആ പരാജയത്തിന്റെ വില ഈ രാജ്യം വലിയ തോതിൽ കൊടുക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ തൊട്ടു പിന്നാലുള്ള ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മരിച്ചു വീണത്. കേരളത്തിലുണ്ടായിരുന്നു ആ തരത്തിലുള്ള സങ്കീർണമായിട്ടൊരവസ്ഥ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വളരെ ശക്തമായിട്ടൊരു പാരമ്പര്യമുണ്ട്. ആയുധമെടുത്തിട്ടുള്ള ശീലവും അവർക്കുണ്ട്. ഈ മലബാറിലടക്കം വലിയ പോരാട്ടം നടത്തിയ, ദീർഘമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിയ ഒരു ഭൂമിയാണിത്. പക്ഷേ ആ സമയത്ത് ശിഹാബ് തങ്ങള് നടത്തിയ ഒരു ഇടപെടൽ, സമാധാനത്തിനു വേണ്ടി എങ്ങനെയാണ് മാധ്യമങ്ങളെ ഒരു സമൂഹം, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു സമുദായ പ്രവർത്തകൻ, ഒരു രാജ്യത്തിന്റെ ചിന്താശീലനായ നേതാവ് എങ്ങനെയാണ് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. ഞാൻ അന്ന് 25 കൊല്ലമാവാറായി. അദ്ദേഹം മരിച്ച സമയത്തും അതിനു മുമ്പും അതിനുശേഷവും പലപ്പോഴും ഞാൻ തുറന്നു പറയുന്നൊരു സംഗതിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും കേരളത്തിൽ ഈ സംഭവത്തിന്റെ പേരിൽ ഒരു തരത്തിലുള്ള പ്രകോപനപരമായ ഒരു നീക്കങ്ങളും സാധ്യമല്ല, ഉണ്ടാവരുത്. വളരെ കർശനമായിട്ട് അദ്ദേഹം പറഞ്ഞു. കർശനമായ ആ വാക്കുകളുടെ ഫലമായിട്ടായിരിക്കണം കേരളത്തിൽ അതിന്റെ പേരിൽ വലിയ ആപത്തുകളൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ വ്യത്യസ്ത സമൂഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിന്റെയും ഭീകരമായിട്ടുള്ള പരസ്പര അവിശ്വാസത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒരു അന്തരീക്ഷത്തെ തടഞ്ഞു നിർത്തുന്നതിന് വളരെ ശക്തമായിട്ടുള്ള, വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള, സമാധാനത്തിലൂന്നിയ ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള നേതാവിന്റെ, മതപ്രബോധകന്റെ, ഒരു വിശ്വാസിയുടെ വാക്കുകളാണ് അതിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അത് മാധ്യമങ്ങളെ എങ്ങനെ കൃത്യമായ ദിശയിലൂടെ, സമൂഹത്തെ എങ്ങനെ കൃത്യമായ ദിശയിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ സമകാല സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു അഭിമാനജനകമായിട്ടുള്ള ഒരു നേട്ടമായിട്ട് നമ്മൾ കാണണം. ആ നേട്ടത്തിന്റെ മാധ്യമങ്ങളെ, പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുന്നതിലുള്ള ആ കൃത്യമായിട്ട് നിലപാടുകളെ എങ്ങനെയാണ് പിൽക്കാലത്ത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നുകൂടി മനസ്സിലാക്കിയാലേ ആ നേട്ടത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ ഇന്ന് കേരളീയ സമൂഹത്തില് മാധ്യമങ്ങൾ എന്ന് പറയുന്ന വാർത്താപത്രങ്ങളായാലും ശരി, ടെലിവിഷനായാലും ശരി, അങ്ങനെയുള്ള മാധ്യമങ്ങളായാലും ശരി, അതുപയോഗിച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രവണത വളരെയേറെ വ്യക്തമാണ്. നമുക്കത് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഓരോ വിഷയവും കേരളത്തിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും എല്ലാം പരസ്പര സംഘർഷത്തിന്റെ പാതയിലേക്ക് നയിക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാനൊരു ഉദാഹരണം പറയും. സമീപകാലത്തുണ്ടായ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളൊന്ന്, ഈ ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു പ്രചാരവേല നടന്നു. മാധ്യമങ്ങളിലൂടെ വളരെ വ്യാപകമായി നടന്ന പ്രചാരവേലയാണ്. ആ പ്രചാരവേലയുടെ പിന്നിലുണ്ടായിരുന്നത് ഒരു ഹിന്ദു ഓൺലൈൻ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു വെബ് സംഘടനയായിരുന്നു. അവർ ചില കണക്കുകൾ വെറുതെ ഇല്ലാത്ത ഓരോ കഥകളൊക്കെ എഴുതിണ്ടാക്കിയിട്ട് ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണം നിരന്തരമായിട്ട് പ്രചാരവേല നടത്തി ഈ നാട്ടിലുള്ള എല്ലാ ഹിന്ദു, ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, യുവാക്കള് പിന്നെ പലതരത്തിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചിട്ടും പണം കൊടുത്തും അവരെ തട്ടിക്കൊണ്ടുപോയി അവരെ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് യുവതികളാണ് മതം മാറി. ഇതൊരു ഭീകരമായിട്ടുള്ള. അപ്പൊ ഈ സമയത്ത് ചിന്താശേഷിയുള്ള ഏത് മാധ്യമവും ചെയ്യേണ്ടത് ഇതിന്റെ വസ്തുതകൾ പരിശോധിക്കുകയായിരുന്നു. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ബോധ്യമുള്ള ഏത് ഒരു മാധ്യമപ്രവർത്തകനും അത് ചെയ്യേണ്ടതിനെ കുറിച്ച് പരിശോധിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്തത് എന്താണ്? കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ രണ്ടും ഇതിനെ കൂടുതൽ സംഘർഷാത്മകമാക്കുന്ന തരത്തിലുള്ള,
ഇതിനെ കൂടുതൽ സാമൂഹികമായ ഭിന്നതകളുടെ ഒരു കളമാക്കി മാറ്റുന്ന തരത്തിലുള്ള നിരവധി സീരിയലുകളാണ് പുറത്തിറക്കിയത്. നമ്മൾ അതൊക്കെ കണ്ടതാണ്, നമ്മുടെ അനുഭവത്തിന്റെ ഭാഗമാണത്. ആ തരത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തിന്റെ ഭാവിയെ തകർക്കുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധപൂർവം ഉണ്ടാക്കേണ്ട ആവശ്യകതയുണ്ട്. എനിക്കൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ പറയാനുള്ളത്, ഒരു പൊതുസമൂഹത്തെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പറയാനുള്ളത്, ഇന്ന് മാധ്യമ പ്രവർത്തനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവണതകൾ സത്യസന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഈ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വ്യത്യസ്ത സമുദായങ്ങളെ ഒന്നിച്ചു നിർത്താനുള്ള, ഒന്നിച്ച് ഒരേ ചരടിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു മാധ്യമ പ്രവർത്തന രീതിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശാസ്യമായിട്ടുള്ളത്. ഇത് കേരളത്തിന്റെ പാരമ്പര്യമാണ്. ഒരിക്കൽ പോലും കേരളത്തിലെ വ്യത്യസ്ത സമുദായങ്ങൾ പരസ്പരം സംഘർഷത്തിന്റെ പാതയിലൂടെ അല്ല പോയിട്ടുള്ളത്. എല്ലാ കാലത്തും ഈ വ്യത്യസ്ത സമൂഹങ്ങൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും പോയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് കേരളത്തിലുള്ളത്. ആ പാരമ്പര്യമാണ് കേരളത്തിലുള്ളത് എന്നതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിരന്തരമായിട്ട് വർഗീയ കലാപങ്ങൾ ഉണ്ടായെങ്കിലും കേരളം താരതമ്യേന സമാധാനപൂർണമായിട്ടുള്ള ഒരു പ്രദേശമായി നിലനിർത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഈ സമൂഹങ്ങളിൽ ഒരിക്കൽ തന്നെ ഈ വിഭാഗങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാനുള്ള കുൽസിത ശക്തികളുടെ ശ്രമങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ പൊതുവിൽ ചെറുത്തു നിന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ കാണേണ്ടത്, ഇന്ന് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തങ്ങളുടെ സമൂഹത്തിന്റെ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന്റെ പൂർവ്വകാല പാരമ്പര്യങ്ങളുടെ ഭാഗമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലബാർ ഫോർ എക്സാമ്പിൾ, മലബാറിലെ സാമൂതിരിയുടെ കാലം നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യത്യസ്ത സമൂഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന, വ്യത്യസ്ത സമൂഹങ്ങൾ പരസ്പരം സഹകരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണേണ്ടത്, മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ്. സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്, ജനങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്ന് ആണ് ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ഊർജ്ജം ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ ജനങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള പാഠം നമ്മൾ എടുക്കുന്ന സമയത്ത് ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഈ വിവിധ സമൂഹങ്ങളെ, കേരളത്തിന്റെ പാരമ്പര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമം നടത്തലാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ദീർഘമായിട്ട് സംസാരിക്കാനുള്ള സമയം എനിക്ക് അനുവദിച്ചിട്ടില്ല. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇവിടെ സംസാരിക്കാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമസ്കാരം. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി രാപ്പകൽ ഭേദമെന്ന് പ്രവർത്തിച്ച് ഭീകരവാദ തീവ്രവാദ ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ധീരശബ്ദം ബഹുമാന്യനായ KM ഷാജി MLA സദസ്സിനോട് സംവദിക്കുന്നു. ആദരപൂർവ്വം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജാമിഉൽ അസ്ഹറിന്റെയും കൊർദോവയുടെയും ഒരുപക്ഷെ ഒരു പ്രാദേശിക പതിപ്പാണ് ഈ മഹാ ക്യാമ്പസ് എന്ന് പറയുന്നത്. ബഫക്കത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും ഷംസുലുലമയുടെയും ഒക്കെ ഒരുപാട് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു സ്ഥാപനത്തിന്റെ ഫലമാണ് ഈ സ്ഥാപനത്തിന്റെ ചുവടുപറ്റി 100 ചില്ലാനം വരുന്ന വലിയ സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ മതപ്രസ്ഥാനത്തിന്റെയും മതസ്ഥാപനത്തിന്റെയും കുലപതിയാണ് പെട്ടിക്കാട് എന്ന് നമുക്ക് പറയാനാവും. ഈ ക്യാമ്പസിൽ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഹൃദയംഗമമായി ഞാൻ ആദ്യമേ പ്രകടിപ്പിക്കുകയാണ്. മീഡിയയുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ഇടപെടൽ എന്ന വിശാലമായ ഒരു വിഷയത്തെ ഒരു ചെറിയ സർക്കിളിനകത്തിരുന്ന്, കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ പ്രതലത്തിനകത്തിരുന്ന് സംസാരിക്കാനാണ് ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ ശ്രമിക്കുന്നുള്ളൂ. ചെക്കുട്ടിയടക്കം ഉള്ള ആളുകൾ, സെബാസ്റ്റ്യൻ പോളാവട്ടെ, ഹ്രസ്വമായി പറഞ്ഞ ചില പ്രശ്നങ്ങൾ, മീഡിയകളുടെ വാർത്തയ്ക്കു വേണ്ടിയുള്ള താൽപര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളം അതിന്റെ ഒരു വലിയ അപകടം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റാണ്.
അത്രയേറെ വാർത്താ ചാനലുകളും അത്രയേറെ പത്രങ്ങളും ഉള്ള ഒരു സ്റ്റേറ്റ്, ഒരുപക്ഷെ ഇത്ര ചെറിയ ഒരു ഭാഷാ സമൂഹത്തിന് ഇത്രയേറെ മീഡിയകൾ ലോകത്തിലെവിടെയും ഉണ്ടാവില്ല. കാരണം തമിഴൊക്കെ വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയ തമിഴിനുണ്ട്, ഏതു ഭാഷക്കും ഇന്ത്യയിൽ ഉണ്ട്. മലയാളം പക്ഷെ വളരെ ചുരുങ്ങിയ പ്രതലത്തിൽ മാത്രം ഉള്ള ഒരു ഭാഷാ സമൂഹമാണ്. വലിയ അത്തരം ഒരു മത്സരം നടക്കുന്നതിന്റെ അനാരോഗ്യകരമായ പ്രശ്നങ്ങളാണ് കേരളത്തിലെ മീഡിയ രംഗത്ത് നാം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇവിടെ പത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ, നേരത്തെ ചെക്കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലവ് ജിഹാദിന്റെ വിഷയം. ഏറ്റവും റീസെന്റായി വന്നിട്ടുള്ള ഒരു കാര്യം നാം പറയാം. എങ്ങനെയായിരുന്നു മീഡിയകൾ കൈകാര്യം ചെയ്തത് എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ഒന്ന് ഫാറൂഖ് കോളേജുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം. മജീദ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്, അതിലിടപെട്ടതാണ്. എന്തായിരുന്നു ഫാറൂഖ് കോളേജിൽ ഉണ്ടായിരുന്ന പ്രശ്നം? ഫാറൂഖ് കോളേജിലെ ഒരു വിദ്യാർത്ഥി, അങ്ങനെ പറയാനുള്ള അവകാശമൊക്കെ കുട്ടിക്കുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ ലോജിക്ക്? ഇടകലർന്നിരിക്കണമോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇത് കേരളത്തിൽ ഏത് ക്യാമ്പസിലാണ് ഉള്ളത്? ഗുരുവായൂരപ്പൻ കോളേജിലുണ്ടോ? ക്രിസ്ത്യൻ കോളേജിലുണ്ടോ? കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് ഉള്ളത്? ജാനുവിനെ കുറിച്ച് പറയുന്ന ആളുകൾ പോലും ഉണ്ട്. ജാനുവിൽ പോലും അങ്ങനെയല്ല, മിക്സഡ് സീറ്റല്ല, വേറെ വേറെ ഇരിക്കാണ്. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സീറ്റാണ്. ഏത് സ്ഥാപനത്തിലാണ് അത് ഉണ്ടായിരുന്നത്? ഫാറൂഖ് കോളേജിനെ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം നടത്തിയപ്പോ അതിന്റെ താല്പര്യം ഇത് പറയണമായിരുന്നു മീഡിയകൾ. കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും ഇത് അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നുവെങ്കിൽ എല്ലായിടത്തും ഉണ്ടാകണം. അതിന്റെ ലോജിക്ക് എന്തായിരുന്നു? എന്നോട് സെബാസ്റ്റ്യൻ പോളക്കോട് ഇരിക്കുന്നുണ്ടല്ലോ, കേരളത്തിലെ ഒരു പ്രമുഖ മീഡിയയുടെ ഒരു മീഡിയ പ്രവർത്തകനായ ഒരാളുടെ ഭാര്യ എന്നോട് ഈ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി, ഞാൻ ആ വിഷയത്തിൽ നിന്ന് ഇടപെട്ട സമയത്ത് എന്നോട് പറഞ്ഞു, ഷാജി, ഞാനും എന്റെ ഭർത്താവും പ്രേമിക്കുന്നത്, കല്യാണത്തിന് മുമ്പ് പ്രേമിക്കുന്നത് ഫാറൂഖ് കോളേജിൽ വെച്ചാണ്. അങ്ങനെ പ്രേമിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. അപ്പൊ അത്യാവശ്യം പ്രേമിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ കല്യാണം കഴിപ്പിച്ച് കുട്ടികളുണ്ടാക്കി കൊടുക്കാനൊരു കോളേജിന് പറ്റൂലല്ലോ, അതവിടെ ഇല്ലാത്തതുള്ളൂ. അതുകൂടി വേണമെന്നാണോ ഇപ്പൊ സമരക്കാർ പറയേണ്ടതെന്നാണ്. ഒരു കേരളത്തിലെ ഒരു സ്ഥാപനത്തിലുമില്ല. ആ വിഷയം വലിയ ചർച്ചയായിട്ട് വന്നു കേരളത്തിൽ. ഈ വസ്തുത പലരും പറഞ്ഞില്ല. എന്തുകൊണ്ട്? മുഖ്യസ്ഥാനത്ത് ഫാറൂഖ് കോളേജായിരുന്നു. എന്നാൽ അതിനുവേണ്ടി ഇടപെട്ടപ്പോൾ പലപ്പോഴും ചെറുതായിട്ടെങ്കിലും മീഡിയ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരാളാണ് ഞാൻ. അതിൽ താല്പര്യങ്ങളുണ്ട്. മീഡിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയടിക്കതിനെ അതിന്റെ മീഡിയ പ്രവർത്തകർ മുമ്പിലിരിക്കുന്നുണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ അവരൊരു സംഘടനയാണ്. ഒറ്റയടിക്കുന്ന ഒരു യോജിപ്പിലെത്തും. അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കണം, അതിനകത്ത് ആരൊക്കെയുണ്ട്. അതിനെക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ പത്രമുണ്ട്, CPM-ന്റെ പത്രമുണ്ട്, കോൺഗ്രസിന്റെ പത്രമുണ്ട്, BJP-യുടെ പത്രമുണ്ട്, CPI-യുടെ പത്രമുണ്ട്, രാജ്യത്തിലെ മതതീവ്രവാദികളായിട്ടുള്ള RSS-കാരന്റെ പത്രമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമുണ്ട്, തേജസിന്റെ പത്രമുണ്ട്, NDF-ന്റെ പത്രമുണ്ട്, എല്ലാ പത്രങ്ങളും ഉണ്ട്. അവരൊക്കെ എന്തിനാ പ്രവർത്തിക്കുന്നത്? അജണ്ടകളുടെ പേരിലാണ് ഉണ്ടാവുന്നത്. ഒരു പത്രത്തിൽ സുപ്രഭാതത്തിൻ്റെതായ അജണ്ടയുണ്ട്. എല്ലാത്തിനും അജണ്ടകൾ ഉണ്ടാകും. ഈ അജണ്ടകളുടെ മുകളിലാണ് മീഡിയകൾ നിൽക്കുന്നത്. വാർത്തകൾ എന്ന പേരിൽ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നത് ഈ അജണ്ടയുടെ പുറത്താണെന്ന ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോ ഒരു വാർത്ത ഒരു പത്രം കൊടുക്കും, മാധ്യമമാകാം, എന്നിട്ട് അതിൽ നിന്ന് ആ വാർത്ത മാത്രം കട്ട് ചെയ്തിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നത്. ഇതേത് പത്രത്തിൽ നിന്ന് വന്നു എന്നറിയില്ല. ഒരൊറ്റ ഉദാഹരണം, ഞാൻ ഈ ഫാറൂഖ് കോളേജ് വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു മീഡിയ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞതാണ്. സുകുമാർ അഴീക്കോട് മരിക്കുന്നതിന് മുമ്പ് കണ്ണൂരിൽ വന്നപ്പോൾ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും എന്നെ ചിലപ്പോൾ വിട്ടോളണമെന്നില്ല. നിങ്ങൾ എന്താണ് കണ്ണൂരിൽ VK കൃഷ്ണമേനോൻ കല്യാണം കഴിച്ചിട്ടില്ല, നിങ്ങൾ അദ്ദേഹത്തോട് പകരം വീട്ടിയത് കല്യാണം കഴിക്കാത്ത VK കൃഷ്ണന്റെ മേനോന്റെ പേരിൽ നിങ്ങളൊരു വനിതാ കോളേജ് തുടങ്ങിയിട്ടാണ് എന്ന് അദ്ദേഹം തമാശ രൂപേണ അഴീക്കോട് പറഞ്ഞിരുന്നു. ഈ വിഷയം ഫാറൂഖ് കോളേജ് വിഷയം വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു പത്രത്തിൽ വന്ന വാർത്ത, മാധ്യമത്തിൽ വന്ന വാർത്ത VK കൃഷ്ണമേനോന്റെ പേരിൽ വനിതാ കോളേജ് തുടങ്ങിയത് പൊട്ടത്തരം എന്നാണ്. വാർത്തയിൽ പ്രസംഗത്തിനിടയിൽ ഒരു തമാശിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇതിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അതിനെ വാർത്തയാക്കുക. പശുപാൽ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലെ ആക്ടിവിസ്റ്റാണ്. കേരളത്തിലെ ആക്ടിവിസ്റ്റുകൾക്ക് വേറെ പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അവർക്ക് ഈ രാജ്യത്ത് ഇന്ന് രാവിലെ കേരളത്തിൽ സ്വന്തം ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനാവാത്ത 1,00,000 ആളുകൾ ഉണ്ടെന്നാണ് ഡോക്ടർ മുനീർ സാഹിബിന്റെ സാമൂഹ്യ സുരക്ഷയുടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കണക്ക് പറയുന്നത്. അവരെക്കുറിച്ച് അറിയണ്ട.
പട്ടിണി കിടക്കുന്നവരുണ്ട്, അറിയണ്ട. പാവങ്ങൾ ഒരുപാടുണ്ട്, അറിയണ്ട. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെ ലോകോത്തരമായ മാതൃക ഇതൊന്നും അവർക്കറിയാം. അവർ ചെറിയ ചെറിയ ചുംബന സമരം, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൺപെൺ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്ന ഏർപ്പാടുകൾ മാത്രമാണ്. അവരാണ് മഹാന്മാർ, ആക്ടിവിസ്റ്റുകൾ. അത്തരമൊരു മഹാനെയാണ് വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ പിടികൂടി പോലീസ് ജയിലിൽ കിടത്തിയത്. ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് മറ്റൊരു പത്രം ഇതിന് സമാനമായി നിൽക്കുന്നൊരു പത്രം എഴുതിയത്, ഞാൻ ഇത് പറഞ്ഞു വരുന്നതിനിടയിൽ പശുപാലന തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് ഫാറൂഖ് കോളേജിലെ ലിംഗസമരത്തിൽ പങ്കെടുത്തവർ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നവരാണെന്ന് KM ഷാജി പറഞ്ഞു എന്നാണ്. ഞാൻ പറയുന്നത്, എന്താണ് മീഡിയ? ഒരു കാമുകൻ കാമുകയെ ചുംബിക്കുമ്പോൾ ചുംബനമല്ല, പ്രേമമാണ് മീഡിയ വേണ്ടത്. പക്ഷെ കച്ചവടത്തിന് സാധ്യത ചുംബനമായതുകൊണ്ട് ചുംബനമാണ് മീഡിയ ആക്കുക. ഒരമ്മ തന്റെ കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ എന്താണ് മീഡിയ വേണ്ടത്? കരുണയാണ്, ആർദ്രതയാണ്, ഒരു മാതൃ സ്നേഹമാണ്. പക്ഷെ എന്താണ് മീഡിയ ആവുന്നത്? കുഞ്ഞിന്റെ തടിമിടുക്കും അമ്മയുടെ മുഖകാന്തിയും സൗന്ദര്യവുമാണ്. കാരണം മാർക്കറ്റ് അതിനാണ്. ചന്ദ്രനിലേക്ക് ചൂണ്ടുക, എന്നിട്ട് ചന്ദ്രനെ കുറിച്ച് സംസാരിക്കുക, എന്നിട്ട് ചൂണ്ടിയ വിരലിനെ കുറിച്ച് തർക്കിക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന പോലെയുള്ള മീഡിയ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നടക്കുന്നത്. ഇതിന് സമാധാനത്തിനു വേണ്ടിയുള്ള ഒരു മീഡിയ പ്രവർത്തനത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ വേണ്ടത്, ഇപ്പോ ആഗോളീകരണം പാഞ്ഞു വന്നപ്പോ എല്ലാവരും ഭയഭ്രാന്തരായി, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ടിന എന്ന് പറഞ്ഞു, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്. പക്ഷേ ടിപ്പ എന്ന് പറഞ്ഞു, ദർ ഇസ് പീപ്പിൾസ് ആൾട്ടർനേറ്റീവ്. അതാണ് കേരളത്തിലെ നമ്മളുടെ ഗ്രാമസഭകളും കേരളത്തിലെ കുടുംബശ്രീയൊക്കെ ആയി ഉണ്ടായി വന്ന ഒരു പീപ്പിൾസ് ആൾട്ടർനേറ്റീവാണ്. എന്താണ് ഈ ആഗോളീകരണത്തെ എതിർക്കാൻ കഴിയുന്ന ഒരു പീപ്പിൾസ് ആൾട്ടർനേറ്റീവാണ്. മീഡിയകൾക്ക് ബദലായിട്ടുള്ളത് ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയയാണ്. അതാണ് സോഷ്യൽ മീഡിയ. ഞാൻ ഈ ക്യാമ്പസിലെ എന്റെ അനുജന്മാരോട് പറയുന്നത്, ഇവിടെ ഗൗരവത്തോടെ മീഡിയയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ആൾട്ടർനേറ്റീവ് മീഡിയയെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. അത് ശക്തിപ്പെടുത്തണം. അതിന് കഴിയുന്ന തരത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഹിഡൻ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന മീഡിയകൾ അവരുടെ താല്പര്യങ്ങൾ രാജ്യത്ത് ഇതിനെ ഉണ്ടാകുന്ന കുഴപ്പമെന്താണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് കേരളം? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യ മുഴുവൻ വലിയ വർഗീയതയുടെ സാധ്യത വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്നു, വലിയ ഭീകരവാദം. എന്നാൽ നോർത്ത് ഇന്ത്യയിലെ ഭീകരതയ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിന്റെ വർഗീയതയ്ക്ക് ഇപ്പോ അദ്വാനി വന്നപ്പോ BJP വന്നു, ശിവസേന വന്നു നമ്മൾ പറഞ്ഞു. ഉടനെ മുലായം സിംഗും ലല്ലു പ്രസാദ് യാദവും അതിനെ ഒരു കാറ്റ് കൊണ്ട് മാറ്റി. നരേന്ദ്രമോദി വന്നു, അതും മാറ്റപ്പെട്ടു. ഇത്തരത്തില് ഒരു സമാന്തരമായ മാറ്റപ്പെടുത്തലുകൾക്ക് അവിടുത്തെ ഒരു വേവ് കൊണ്ട് കഴിയും. എന്നാൽ കേരളത്തിലുള്ള വർഗീയത അതിഭീകരമായ വിദ്യാഭ്യാസമുള്ളവന്റെ വർഗീയതയാണ്. ഇതിനെ സൂക്ഷിച്ചേ മതിയാവൂ. കേരളത്തിലുള്ള വർഗീയത വിദ്യാഭ്യാസമുള്ളവന്റെ വർഗീയതയാണ്. അത് മറ്റേതൊരു രാജ്യത്തുമുള്ള വർഗീയത പോലെയുള്ളതല്ല. അതുകൊണ്ട് ഈ വർഗീയതയെ വലിയ ഗൗരവത്തോടുകൂടി കാണണം. എന്താണ് ഈ മീഡിയകൾ ഈ വർഗീയ പ്രചാരണ രംഗത്ത് വഹിക്കുന്ന പങ്കെന്താണ്? അതാണ് പ്രധാനപ്പെട്ട പങ്ക്. ഒന്ന്, പരസ്പരം സമുദായങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക. ആ തെറ്റിദ്ധാരണകളിൽ പ്രധാനപ്പെട്ട ഒന്ന്, തെറ്റിദ്ധാരണ എന്താണ് അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്താണ്? തെറ്റിദ്ധാരണ നിങ്ങൾക്കിടയിൽ വെറുപ്പുണ്ടാക്കും. ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഉണ്ടാകുന്ന വെറുപ്പിനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ കഴിയും. തെറ്റിദ്ധാരണ വെറുപ്പുണ്ടാക്കും. വെറുപ്പോ വയലൻസ് ഉണ്ടാക്കും. വയലൻസോ പോളറൈസേഷൻ ഉണ്ടാക്കും. ഈ നോർത്ത് ഇന്ത്യയില് ഹിന്ദുപ്പാനിയും ഹിന്ദുപ്പാനിയും മുസ്ലിം പാനിയും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ തെറ്റിദ്ധാരണകളാണ്. ഈ തെറ്റിദ്ധാരണകൾ സമുദായങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് അറിഞ്ഞോ അറിയാതെയോ രാജ്യത്തിലെ സമാധാനത്തിന്റെ വക്താക്കളാവേണ്ടുന്ന മീഡിയകൾ ഉണ്ടാക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ ഞാൻ ഒരിക്കലൂടെ വിശദീകരിക്കട്ടെ. തെറ്റിദ്ധാരണകൾ എന്തുണ്ടാക്കും? വെറുപ്പുണ്ടാക്കും. വെറുപ്പ് വയലൻസ് ഉണ്ടാക്കും. വയലൻസ് പോളറൈസേഷൻ ഉണ്ടാക്കും. ഈ പോളറൈസേഷനാണ് നോർത്ത് ഇന്ത്യയിലടക്കം ഹിന്ദുപ്പാനി മുസ്ലിം പാനി എന്ന തരത്തിലേക്ക് മാറി നിൽക്കേണ്ടുന്ന വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി ഈ കമ്മ്യൂണിറ്റികൾ മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈ പരസ്പര വൈരവും വിദ്വേഷവും ഇല്ലാതിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. മീഡിയകൾക്കിടയിലായാലും മറ്റുള്ളവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾട്ടർനേറ്റീവ് മീഡിയ ശക്തിപ്പെടുത്തുകയും. ഇപ്പൊ അറബ് വസന്തം ഉണ്ടായത് എങ്ങനെയാണ്? അറബ് വസന്തം ഉണ്ടായത്
ഓൾട്ടർനേറ്റീവ് മീഡിയയുടെ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ്. ടുണീഷ്യയിൽ നിന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് അതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരു മീഡിയയെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്ന പീപ്പിൾസ് ഓൾട്ടർനേറ്റീവ്, ജനങ്ങളുടെ ഒരു സമാന്തരമായ മീഡിയ പ്രവർത്തനത്തിനായി ഓൾട്ടർനേറ്റീവ് മീഡിയയെ ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനപരമായ മീഡിയ വഴി ഉണ്ടാകുന്ന സമാധാനപരമായ അന്തരീക്ഷത്തിന്റെ സാധ്യതയുടെ ഒരിടം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അടുത്ത കാലത്തുണ്ടായ രണ്ടാമത്തെ ഒരു വിവാദമാണ് മദ്രസകൾക്കെതിരായിട്ടുണ്ടായ ഒരു വിവാദം. എന്തായിരുന്നു ഇതിന്റെ അടിസ്ഥാനം? ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ വിവാദം ഉണ്ടാക്കിയത്. ആ വിവാദത്തിനകത്ത് EK വിഭാഗമെന്ന് പ്രത്യേകം ബ്രാക്കറ്റിലിട്ട് തന്നെ മദ്രസയെ കുറിച്ച് പറഞ്ഞു. ഈ കുട്ടി പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടായെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായിരുന്നു അതിന്റെ ബേസിക് ആയിട്ടുണ്ടായിരുന്ന കാരണം? എവിടെ കുഴപ്പക്കാരില്ലാത്തത്? അമ്പലത്തിലെ പൂജാരി തെറ്റ് ചെയ്യാറുണ്ട്, അമ്പലം പൂട്ടണമെന്നാണോ? പള്ളിയിലെ പാതിരി പൂജാരി തെറ്റ് ചെയ്യാറുണ്ട്, പള്ളി പൂട്ടണമെന്നാണോ? മദ്രസയിൽ പഠിപ്പിക്കുന്ന ചില ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മദ്രസ സംവിധാനം ഇല്ലാതാക്കിയാണോ? പക്ഷെ അവിടെയാണ് ഞാൻ എന്റെ നിരീക്ഷണം അനുസരിച്ച് പറയുന്ന ഒരു വലിയ ഗൂഢാലോചനയുള്ളത്. എന്താണത്? കേരളത്തിലെ മതവർഗീയത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം വേർതിരിയാതെ, ഹിന്ദു പാനി മുസ്ലിം പാനി എന്ന നിലക്ക് പരസ്പരം വേർതിരിയാതെ ഹിന്ദുവും മുസ്ലിമും ചേർന്ന് നിൽക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് കേരളത്തിലെ മദ്രസകളാണ്. കാരണം എന്താണ്? ഈ മദ്രസകളില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ അതിതീവ്രമായ വർഗീയത പ്രചരിപ്പിക്കപ്പെടുമായിരുന്നു. മദ്രസകൾ പഠിപ്പിച്ചു കൊടുത്ത സ്നേഹം, സമാധാനം, പരസ്പര ബഹുമാനം, മതത്തോടുള്ള പരസ്പര ബഹുമാനം, അതിൽ സാത്വികരായിട്ടുള്ള ഒരു പണ്ഡിതന്മാരുടെ സാന്നിധ്യം, ഇതൊക്കെയാണ് കേരളത്തിൽ വർഗീയത ഇല്ലാതാക്കിയത്. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ആവാം, അതല്ലെങ്കിൽ NDF ആകാം, അതല്ലെങ്കിൽ സിമി ആവാം, അതല്ലെങ്കിൽ PDP ആവാം, അതല്ലെങ്കിൽ ISS ആവാം, ഇപ്പോൾ വരുന്ന ആഗോള ഭീകരതയുടെ IS ആവാം. ഇത് കേരളത്തിൽ വേരൂതാതെ പോയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മതബോധമാണ്. മദ്രസയെ തകർക്കുക എന്നത് ഇതിന്റെ അജണ്ടയാണ്. അത് സമുദായത്തിന്റെ വൃത്തത്തിന് പുറത്തുനിന്ന് വരുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സമുദായത്തിന്റെ വേലിക്കെട്ടിനകത്തിരുന്നാണ്. അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കള് പുറത്തൊന്നല്ല, തെറ്റിദ്ധാരണയാണ്. മുസ്ലിം സമുദായത്തിന്റെ ശത്രുക്കൾ സമുദായത്തിനകത്ത് തന്നെയാണ്. ആ അകത്തിരുന്നാണ് ഈ ഗൂഢാലോചനകൾ നടക്കുന്നത് എന്നത് ഈ മീഡിയകൾക്കിടയിൽ മീഡിയ സ്വാധീനത്തിന്റെ മറവിൽ തന്നെ മതവർഗീയവാദികൾ നടത്തുന്ന ഒരു ശ്രമം കൂടിയാണ്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയ പ്രവർത്തനത്തിനെ ശാക്തീകരിപ്പിക്കുകയാണ് വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഇതിന്റെ ബദൽ വെക്കാനുള്ള നിർദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു ബഹുമാന്യനായ സജീവൻ സാർ സദസ്സിനോട് അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. സമാധാനവും മാധ്യമങ്ങളും എന്ന സെഷനിലേക്ക് കടന്നു വന്നിട്ടുള്ള ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് 1000 സ്വാഗതം ആശംസിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, ഞാനൊരു ക്ഷമ പറഞ്ഞുകൊണ്ടും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടും അഭിനന്ദനം അറിയിച്ചുകൊണ്ടും സംസാരിച്ചു തുടങ്ങാം. ക്ഷമ പറയുന്നത്, കഴിഞ്ഞ വർഷം ഇവിടെ ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചിരുന്നു, അന്ന് വരാൻ പറ്റിയില്ല. വരാൻ പറ്റാതായത് സുപ്രഭാതം തുടങ്ങിയ സമയമാണ്. തുടങ്ങിയ ആ സമയത്ത് തന്നെ ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ അത് മൊത്തം പ്രശ്നമാകും. അതുകൊണ്ടാണ് അന്ന് വരാൻ പറ്റാതിരുന്നത്. അതിന് എനിക്ക് ക്ഷമ പൊതുവെ പറയാൻ പറ്റിയിരുന്നില്ല. രണ്ടാമത്തെ സന്തോഷം ഇവിടെ വന്നതിന്റെ കാര്യമാണ്. ഇത്രയും നല്ലൊരു സദസ്സിൽ അപ്പൊ എനിക്ക് സങ്കടം തോന്നുന്നു, കഴിഞ്ഞ തവണ വന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. ഇവിടെ വരാൻ പറ്റിയതിൽ വീണ്ടും എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. മൂന്നാമത്തേത് അഭിനന്ദനമാണ്. അഭിനന്ദനം ഇങ്ങനെയൊരു വിഷയം തെരഞ്ഞെടുത്തതിലാണ്. മാധ്യമങ്ങളും സമാധാനവും. വേറെ നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വിഷയവും എടുക്കാമായിരുന്നു. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും പലതരം വിഷയങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ സമാധാനം എന്നത് എനിക്ക് അത്യപൂർവമായിട്ട് മാത്രമുള്ളതാണ്. എന്തുകൊണ്ടിവിടെ ഈ വിഷയം പ്രസക്തമായി എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം. കാരണം ഇന്ന് നമ്മുടെ നാട് കടന്നു പോകുന്നത് അതിഭീകരമായ അസഹിഷ്ണുതയുടെ, അസമാധാനത്തിന്റെ കാലത്തിലൂടെയാണ്. എന്തും ആര് പറഞ്ഞാലും അതൊരു വിവാദമാക്കി തീർക്കാവുന്ന രൂപത്തിൽ മാധ്യമങ്ങൾ മാത്രമല്ല, ജനങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്നവരും എല്ലാ ആളുകളും അക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. ഞാനൊരു കാര്യം മാത്രം പറയാം. മാധ്യമങ്ങളെ മൊത്തമായിട്ട് നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞത് ഷാജി ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാധ്യമങ്ങളും
അതിനെ കറക്റ്റ് ചെയ്യുന്നൊരു മറ്റൊരു മാധ്യമങ്ങൾ, ആൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാണേണ്ട കാര്യമില്ല. മാധ്യമം എന്ന് പറയുന്നത് ഒരു ഉപാധി, ഒരു സംഗതി മാത്രമാണ്. ഒരു കാര്യങ്ങൾ അറിയിക്കാനുള്ള മീഡിയം മാത്രമാണ് മാധ്യമം. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഒരേ മനസ്സുള്ള ആളുകളാണെന്നോ ഒരേ രൂപത്തിലുള്ള ആളുകളാണെന്നോ ഒരേ ആശയക്കാരാണെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ട്, കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് മിക്ക ആളുകളും. നേരത്തെ തന്നെ പല ആളുകളും പറഞ്ഞതുപോലെ ഓരോ മാധ്യമവും, അതായത് പത്രമാണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒക്കെ അതിന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അജണ്ടയുണ്ടാവും. ഇപ്പോഴിവിടെ പല മാധ്യമങ്ങൾ നമുക്ക് വേർതിരിച്ചു കഴിഞ്ഞാൽ കൃത്യമായ അജണ്ടയോടുകൂടി, അസഹിഷ്ണുത എന്ന അജണ്ടയോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരാണ് പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളെ ഊതിവീർപ്പിച്ച് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പൊ നിലവിലുള്ള മാധ്യമ പ്രവർത്തകരെ എല്ലാം നിങ്ങൾ ഒരേ കണ്ണിയിൽപ്പെടുത്തിക്കൊണ്ട് ഇത് ശരിയല്ല, ഇനി വേണ്ടത് ആൾട്ടർനേറ്റീവ് മീഡിയ ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സമാധാനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ മാധ്യമ പ്രവർത്തകർ എനിക്കറിയാം. ഓരോ സന്ദർഭവും എനിക്കും അധികം സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിച്ചു പോകാൻ അധികം കഴിയില്ല. എത്രയോ സന്ദർഭങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. എന്തായാലും ഒരു കാര്യം, പിന്നെ ആൾട്ടർനേറ്റീവ് മീഡിയ അതൊരു പരിഹാരമാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആൾട്ടർനേറ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളും ഞാനും ഒക്കെ അതിന്റെ ഭാഗമാണ്. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടറും ഒരു നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഭാഗമാവും. നിങ്ങൾക്ക് ഫേസ്ബുക്കോ ട്വിറ്ററോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഏത് സോഷ്യൽ മീഡിയയുടെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ എന്ത് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോ അങ്ങനെ കറക്റ്റ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് മീഡിയ ഇല്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ നന്നാവുക എന്ന് പറയുന്നത്. അതിനുള്ളൊരു ഉപാധിയാണ് ഇത്തരം സന്ദർഭങ്ങൾ. ഇങ്ങനെയുള്ള സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം, സമാധാനവും മാധ്യമങ്ങളും അങ്ങനെ കുറെ പറയുകയും ചെയ്യുക. ഞാനിവിടെ ഈ വേദിയിൽ വന്നിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ സോപ്പിടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ മാധ്യമപ്രവർത്തകരെല്ലാം ജനങ്ങൾ മൊത്തം ഇസ്ലാമിക ചരിത്രം പഠിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ പറയും. അത് പറയാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ വന്ന് ഈ വേദിക്ക് അനുസൃതമായിട്ട് സംസാരിക്കുകയാണെന്ന്. അതല്ല. സത്യത്തിൽ ഞാനൊരു കുറെ കാലമായിട്ട് സുപ്രഭാതത്തിലൊക്കെ വരുന്നതിനൊക്കെ മുമ്പേ തന്നെ എത്രയോ കാലം ഞാൻ കേരളോന്തിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇസ്ലാമിനെ കുറിച്ച്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും കൗതുകരമായിട്ടുള്ള ഒരു കാര്യം അതിന് സമാധാനമാണ്. ഞാൻ എഴുതുന്ന ഒരു പുസ്തകം എഴുതുന്നതിൽ അതിലൊരു ചാപ്റ്റർ തന്നെ സമാധാനത്തിന്റെ മതം എന്നുള്ളതാണ്. അതിലുള്ളൊരു സന്ദർഭം ഞാൻ പറയാം. ഈ മക്ക വിജയത്തിന് ശേഷം ഹിന്ദ്, അബൂ സുഫിയാന്റെ ഭാര്യയായിട്ടുള്ള ഹിന്ദ് നബിയുടെ മുമ്പാകെത്തുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ഹിന്ദാണ്, നമ്മൾ തമ്മിൽ കുടുംബബന്ധമുള്ളവരാണ്, ഞാൻ ഇങ്ങനെ എനിക്ക് പുറത്തു തരണം, ഞാനിങ്ങനെ വല്ലതും ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നു. ഉടൻ തന്നെ ശരിക്കും പറഞ്ഞ ഹിന്ദിനോട് മനുഷ്യരിൽ എങ്ങനെയൊക്കെ ഭീകരത ഉണ്ടാകാമോ ആ ഭീകരതയുടെ ഏറ്റവും കൊടിയ രൂപമാണ് സ്ത്രീകളിൽ. ഇത്രയും ഭീകരത കാണാൻ പാടില്ല, അത്രയും കൊടിയ ഭീകരതയുടെ രൂപമാണ് ഹിന്ദ്. ആ ഹിന്ദ് നബിയുടെ മാതുലനായിട്ടുള്ള ഹംസയുടെ അദ്ദേഹം ഈ യുദ്ധത്തിൽ മരിച്ച സമയത്ത്, ഞാൻ നിങ്ങളോടൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ എന്നെ പഠിപ്പിച്ച രണ്ടാളുകളാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൗതുകരമായി തോന്നിയതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹത്തിന് പറിച്ചെടുത്ത് വിഴുങ്ങാൻ ശ്രമിച്ച ഹിന്ദ്, അത്ര ക്രൂരയായിട്ടുള്ള ഹിന്ദിനോട് പുറത്തു കൊടുക്കുന്നു. ഇക്രിമയുടെ ഭാര്യയോടും പുറത്തു കൊടുക്കുന്നു, ഇക്രിമയോട് പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഇത്ര സമാധാനം, ഏറ്റവും വേണമെങ്കിൽ ഏത് രീതിയിലും തന്നോടും തന്റെ സഹചാരികളോടുമൊക്കെ അങ്ങേയറ്റത്തെ ക്രൂരത കാണിച്ച ഒരു വിഭാഗത്തെ മക്ക കീഴടക്കിയാൽ അവരെങ്ങനെ വേണമെങ്കിലും നശിപ്പിക്കാം, വെട്ടിക്കൊല്ലാം. ഈ സമയത്തും സമാധാനത്തിന് വേണ്ടി, പുറത്തു കൊടുക്കലിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി നിലനിന്ന ഒരു മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ള അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന ഓരോ സംഭവങ്ങളും, ഇവിടെ ഉണ്ടാവുന്ന ഓരോ സംഭവം, അതൊക്കെ വേണമെങ്കിൽ രണ്ട് രീതിയിൽ നിന്ന് ഒന്ന് ഊതി വീർപ്പിക്കാം, അതല്ലെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് കെടുത്താം. മാധ്യമപ്രവർത്തകരുടെ മുമ്പിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഊതി കത്തിക്കുന്നോ, ആളി കത്തിക്കാൻ ശ്രമിക്കുന്നുവോ, അതല്ലെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അങ്ങനെ ശ്രമിക്കാൻ വേണ്ടി ഓരോ മാധ്യമപ്രവർത്തകനും അതിന് തയ്യാറാവണം. പലപ്പോഴും പക്ഷേ അതിന് തടസ്സം നിൽക്കുന്നത് ആ മാധ്യമപ്രവർത്തകൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രശ്നം തന്നെയായിരിക്കും.
അവർക്ക് വേണ്ട അജണ്ട, അവർക്ക് നടപ്പാക്കേണ്ടത് ഇവിടെ സാഹോദര്യമല്ല, സഹിഷ്ണുതയല്ല, പകരം ഇവിടെ മതവൈരമായിരിക്കും, അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള കലാപമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് വിരോധമായിരിക്കാം. അതിനുവേണ്ടി അവർ പലപ്പോഴും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് സത്യത്തിൽ മാധ്യമപ്രവർത്തകരായിട്ടുള്ള എല്ലാ ആളുകളും ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മാധ്യമ രംഗത്തേക്ക് വരുന്ന പല ആളുകളും സത്യത്തിൽ ലോകം എന്താണെന്നോ, ഈ വർത്തമാനകാലം എന്താണെന്നോ, രാഷ്ട്രീയം എന്താണെന്നോ, സാമുദായിക മൈത്രി എന്താണെന്നോ, ഓരോ സമുദായവും എന്താണെന്നോ, മതം എന്താണെന്നോ പഠിക്കാത്ത ആളുകളാണ്. ഇന്ന് കോഴ്സ് കഴിയുന്നു, നാളെ രംഗത്തിറങ്ങുന്നു, എന്നിട്ട് ഇവിടെയുള്ള വലിയ വലിയ കുറെ കാലമായി രാഷ്ട്രീയ രംഗത്തും മറ്റും പ്രവർത്തിച്ച് പരിചയമില്ല. കുഞ്ഞാലി സാറിനെ പോലുള്ള ആൾക്കൊക്കെ അനുഭവം ഉണ്ടാവും. അവരോടൊക്കെയാണ് പെട്ടെന്ന് ചോദിക്കുന്നത്, കടന്നു വന്ന് എന്താണ് മുസ്ലിം ലീഗ് എന്നോ എന്താണ് കേരള രാഷ്ട്രീയമെന്നോ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. പലപ്പോഴും പല നേതാക്കന്മാർ ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയൊക്കെയാണോ നിങ്ങളൊക്കെ പഠിപ്പിച്ചു വിടുന്നതെന്ന്. കാരണം ഞാൻ ചില സ്ഥലങ്ങളിൽ ഞാൻ കുട്ടിയൊക്കെ പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്ന ആളുകളാണ്, മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. സത്യത്തിൽ വേണ്ടത് മാധ്യമപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകൾ ആദ്യം ശരിയായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെയാവുമ്പോൾ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അവർ സമാധാനത്തിന്റെ വക്താക്കളാവും. അല്ലെങ്കിൽ അവരുടെ കണ്ണിലുള്ളത് അവർ ജനിച്ച സമുദായമോ, അവർ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയമോ, അവർക്ക് തോന്നുന്ന കാര്യങ്ങളോ ആയിരിക്കും. അത് നല്ലതുണ്ടാവണമെന്നില്ല. പലപ്പോഴും ശത്രുതയും വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പലപ്പോഴും ഇന്ന് പോലും എന്റെ അടുത്ത് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഇന്നത്തേക്കുള്ള ഒന്നാമ്പുറത്തേക്കുള്ള നല്ല വാർത്ത വേണമെങ്കിൽ ലീഡാക്കാവുന്ന വാർത്തയായി എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, കോയമ്പത്തൂരിന് അടുത്ത് ബസ് മറിഞ്ഞ് 10 ആൾ മരിച്ചിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞ നല്ല വാർത്തയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പത്താൻകോട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇന്നത്തേക്ക് മെയിനായി എന്ന് വിചാരിക്കുന്ന രീതിയിൽ ആ രീതിയിലേക്ക് ആളുകൾ പോവുകയാണ്. അത് പോവാതെ നമ്മൾ സമാധാനത്തിന് വേണ്ടി എന്നെക്കൊണ്ട് ഇവിടെ ഒരു തീ ആളിപ്പടരാതിരിക്കാൻ, ഒരു തീപ്പൊരിയായിട്ട് മാറാതിരിക്കാൻ, എന്റെ വാക്കോ എന്റെ പ്രവൃത്തിയോ അതിന് മാറാതിരിക്കാൻ ശ്രമിക്കണമെന്ന് നമ്മൾ ശ്രമിച്ചു. അത് അങ്ങനെ നമ്മളൊരു ശ്രമിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മളെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഇതേപോലെ മാധ്യമ പ്രവർത്തകരിൽ ഇപ്പോഴുണ്ടാവുന്ന ഒരു ഭീകരമായ പ്രവണത തുടക്കം കുറിച്ചുള്ള സംഗതി ഞാൻ എഴുതിയിരുന്നു. നിങ്ങളുടെ മുമ്പാകെ വീണ്ടും പറയുന്നു. രാഷ്ട്രീയമായിട്ട് സംഘടിക്കുന്ന ആളുകൾ പക്ഷേ മതപരമായിട്ട് സാമുദായികമായിട്ട് സംഘടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് വെച്ച് ഞാൻ എന്റെ കോളത്തിൽ സുപ്രഭാതത്തിൽ എഴുതിയിരുന്നു, പേനത്തുമ്പിലെങ്കിലും വിഷം കലരാതിരുന്നെങ്കിൽ എന്ന്. അത് ഏറ്റവും എനിക്ക് തോന്നുന്നു ആളുകൾക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഗംഭീരമായ രൂപത്തിൽ സ്വീകാര്യത കിട്ടിയ ഒന്നായിരുന്നു. അപ്പൊ ആളുകൾക്ക് സമാധാനം വേണം. ആ സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ മാധ്യമ പ്രവർത്തകരുടെ വേഷമിട്ട ഞങ്ങളെപ്പോലുള്ള ആളുകൾ അത് സമാധാനം കെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും സമാധാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയുമെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് സ്വയം ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബഹുമാനനായ ശ്രീ സൈദലവി സാർ സദസ്സിനോട് അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. ആദരണീയരായ സയ്യിദ് മണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അവരുടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, കെ.പി.എ. മജീദ് സാഹിബ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ചിക്കുട്ടി, സജീവൻ, ഷാജി, സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ വേദിയിലെ ബഹുമാന്യ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ കഴിഞ്ഞ ദിവസം പത്താൻകോട്ടുണ്ടായ ആക്രമണത്തില് നിരഞ്ജൻ എന്നൊരു സൈനികൻ മരണപ്പെട്ടു, രക്തസാക്ഷിത്വം വരിച്ചു. ആ സൈനികന്റെ മരണത്തില് പ്രത്യേകിച്ച് മലയാളികൾ, അതിലുപരി വള്ളുവനാട് ഏറനാട് പ്രദേശത്തുള്ള ആളുകൾ അവരുടെ വലിയ സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും വേദനപ്പെട്ട് കഴിയുമ്പോൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ആള് മലപ്പുറം ജില്ലക്കാരനാണ്, റേഷൻ കടയിൽ ജോലി. വളരെ മോശമായ ഒരു പ്രതികരണം ഇയാളെക്കുറിച്ച്, നിരഞ്ജനെക്കുറിച്ചും ആ രക്തസാക്ഷിത്വത്തെക്കുറിച്ചും ഫേസ്ബുക്കിൽ വന്നു. അതിന് പ്രതികരണമായിട്ട്
കുറെ സംഗതികൾ മറ്റു പലരും വളരെ രോഷാകുലരായി എഴുതി. അതില് മഹേഷ് രാജ് എന്ന പേരിൽ ഒരാളുടെ കമന്റ് ഇങ്ങനെയായിരുന്നു: കൊല്ലരുത് ഇവനെ. ഈ നിരഞ്ജനെ മോശമായി ചിത്രീകരിച്ചവനെ പറ്റിയാ പറയുന്നത്. കൊല്ലരുത് ഇവനെ, ഇഞ്ചിഞ്ചായി വേദനിപ്പിക്കണം, കിടന്ന് നീറണം. ഈ നാറി, പിന്നെ ഒന്നുകൂടി മോശമായിട്ട് അതുകൊണ്ട് പറയാൻ പറ്റില്ല, ഈ നാറിയുടെ കയ്യും കാലും കെട്ടിയിട്ട് ഏഷ്യാനെറ്റിലെ മുഴുവൻ സീരിയൽ കാണിക്കണം. അതിൽ കുറഞ്ഞൊരു ശിക്ഷയും ഈ പിന്നുള്ളത് മോശമാണ്. കൽബൂൽ ഹിന്ദീറു പറഞ്ഞില്ല, അതിൽ രണ്ടാമത് പറഞ്ഞതിന്റെ പേരാ പറഞ്ഞത്, അർഹിക്കുന്നില്ല. ഇത് ഒരു ചാനലിനെ കുറിച്ചല്ല പറയുന്നത്. നല്ല മതിപ്പിലാണ് മാധ്യമങ്ങളെ കുറിച്ച് പൊതുസമൂഹം ഉള്ളത് എന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതാണ്. എന്തായിരുന്നാലും ഈ മാധ്യമ സെമിനാറിൽ ഞാൻ വളരെ ദീർഘമായി പറയുന്നില്ല. സെമിനാറിൽ നമ്മളൊക്കെ പങ്കെടുക്കും, എല്ലാവരും നല്ല വർത്തമാനം പറയും. പക്ഷെ ചെയ്യേണ്ട നേരത്തെ ആരും ഒന്നും ചെയ്യൂല. സുബ്രഹ്മണ്യ സ്വാമി മലപ്പുറം ജില്ലയെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു. മലപ്പുറം ജില്ല വളരെ ഭീകരവാദികളുടെ കേന്ദ്രമാണെന്നും കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ഹിന്ദുക്കൾക്ക് ഇവിടെ ഒരു പൊതുയോഗം പോലും നടത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയല്ല സ്വാമി. മലപ്പുറത്ത് ശബരിമല അയ്യപ്പന്മാർ കുളിക്കാൻ ഇറങ്ങുന്ന കടവിൽ 68 ദിവസം മണ്ഡലപുറവക്കാലത്ത് മാപ്പിളമാരിൽ തോണിയും തുഴഞ്ഞ് സൗജന്യമായി കാവലിരിക്കും എന്ന് പറഞ്ഞ് പകരം എഴുതാൻ മുസ്ലിം സമുദായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന പത്രങ്ങൾ പോട്ടെ, ആ പത്രങ്ങളല്ല, അല്ലാത്തവരാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഷാജി പറഞ്ഞതുപോലെ മദ്രസകൾ ഭീകര കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞ് LK അദ്വാനിയുടെ പ്രസ്താവന വന്ന കാലത്ത് പോലും അങ്ങനെയല്ല, ഞങ്ങൾ കണ്ട മദ്രസകൾ അങ്ങനെയൊന്നുമല്ല എന്ന് പറയാൻ എന്താണ് മലയാളത്തിലെ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള മാധ്യമപ്രവർത്തകർ തയ്യാറാവാത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഈ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രകോപനങ്ങളിലും കക്ഷി ചേരാൻ, അതെല്ലാ സമുദായവുമുണ്ട് കക്ഷി ചേരുന്നത്, കക്ഷി ചേരുമ്പോഴും അതല്ല വസ്തുതയും ഒന്ന് സമാധാനിപ്പിക്കാൻ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ മുൻകൈയെടുക്കുന്നില്ല? കേരളത്തിൽ മാധ്യമപ്രവർത്തകർ മുൻകൈയെടുത്ത് ഏതെങ്കിലും വർഗീയ കലാപങ്ങൾ ശമിപ്പിച്ചിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർ മുൻകൈയെടുത്ത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുന്നതിൽ പോലും, ഒരു വാർത്ത കണ്ടെത്തുന്നതിൽ പോലും, വാർത്തയെ അവതരിപ്പിക്കുന്നതിൽ പോലും, വാർത്തയുടെ വിന്യാസങ്ങളിൽ പോലും ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കണമെന്ന് എവിടെയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം, 2-3 വർഷം മുമ്പ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു ഹജ്ജുമ വന്നിറങ്ങി. ആദ്യത്തെ ഹജ്ജ് വിമാനമാണ്, സർക്കാരിന്റെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ ഹജ്ജ് വിമാനം വന്നിറങ്ങിയത്. ഹജ്ജുമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, കാതിൽ തോട ഇങ്ങനെ തൂങ്ങി. ഒരു വളരെ പ്രായം ചെന്ന അവരുടെ അയൽ വീട്ടിലെ അമ്മ എന്ന ഒരു സ്ത്രീ, വളരെ പ്രായം ചെന്നിരുത്തി. അതായത് ഹജ്ജുമ്മ ആദ്യം വന്ന് ഇറങ്ങിയ പാടെ തന്നെ ഹജ്ജുമ്മയുടെ കവളത്ത് കൊടുക്കുന്ന ആദ്യത്തെ ചുംബനം അമ്മു എന്ന ഒരു ഹൈന്ദവ സ്ത്രീയുടേതാണ്. പത്രങ്ങൾ അവരുടെ പ്രാദേശിക പേജിൽ ആ വാർത്ത കൊടുത്തു. പ്രാദേശികം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ 1-ാം പേജിൽ കൊടുത്തു. പക്ഷെ അന്ന് എല്ലാ പത്രങ്ങളും പ്രാധാന്യപൂർവ്വം കൊടുത്തൊരു ചിത്രം, ദേശാഭിമാനി ഒഴികെ പ്രാധാന്യപൂർവ്വം കൊടുത്തൊരു ചിത്രം, പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ TK ഹംസയും EP ജയരാജനും ഇരുന്ന് ഉറങ്ങുന്ന ചിത്രമാണ്. അതാണ് മാധ്യമ സന്ദേശം എന്ന് പറയുന്നത്. ഒരു ഹജ്ജുമ്മയുടെ കവിളത്ത് ഒരു അമുസ്ലിം സ്ത്രീ കൊടുക്കുന്ന സ്നേഹചുംബനത്തേക്കാൾ ഹജ്ജിന്റെ സംസമുമായി, പുണ്യതീർത്ഥവുമായി, ഹജ്ജിന്റെ പരിഭാവനതയുമായി കേരളത്തിന്റെ മണ്ണിൽ വന്നിറങ്ങിയ മുസ്ലിം സഹോദരിക്ക് ഒരു അമുസ്ലിം സ്ത്രീയുടെ ആദ്യ ചുംബനം കിട്ടുന്നതിനേക്കാൾ പ്രധാനമായി കാണുന്നത് ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുമ്പോൾ അനുയായികൾ ഇരുന്നിറങ്ങുന്നതിലാണ് എന്ന് കണ്ടെത്തുന്ന ഒരു മാധ്യമകാലത്ത് വെച്ചാണ് നമ്മൾ അപ്പോഴും ഇപ്പോഴും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇവിടെ ഒരു മാധ്യമ ഇടപെടലുണ്ട്, പൊതുസമൂഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ ഇതിനെയൊക്കെ തിരുത്തിക്കാൻ കഴിയൂ. ആ ഇടപെടലിന്റെ ഒരു ശൈലിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. കേരളത്തിന്റെ മതമൈത്രി കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള, ഇപ്പൊ മാധ്യമപ്രവർത്തകർ ഈ മാധ്യമപ്രവർത്തകരായി വന്നിരിക്കുന്നവരൊക്കെ പറയാണ്, മാധ്യമപ്രവർത്തകരായ നമ്മൾക്കെല്ലാവർക്കും ഉള്ളതിനേക്കാൾ വലിയ പങ്ക് നമ്മൾ എല്ലാ സമയവും അപഹസിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്നുകിൽ അപ്പുറത്തായിട്ടോ ഇപ്പുറത്തായിട്ടോ അപഹസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണ് ഈ മാധ്യമപ്രവർത്തകരെക്കാൾ കൂടുതൽ കേരളത്തിൽ സമാധാന പ്രവർത്തനം നടത്തിയതിനുള്ള പാരിതോഷികം കൊടുക്കേണ്ടത്. ഒരു മാധ്യമപ്രവർത്തകരും ആ വഴിയെ ചിന്തിക്കുകയോ തന്റെ ഒരു ലേഖനം, തന്റെ ഒരു അഭിപ്രായ പ്രകടനം കേരളത്തിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ആവാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മതമൈത്രി സമ്മേളനം നടത്തിയാൽ ആ മതമൈത്രി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാര് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിലെ വിഭാഗീയത കണ്ടെത്തുകയും ചെയ്യുന്നതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അതിനെ മാറ്റിയെടുത്ത് സമൂഹത്തിൽ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും ഒരു തലം ഉണ്ടാക്കിയെടുക്കാൻ അതിന് ഇതിന്റെ സംഘടനകൾക്ക്, ഇതിന്റെ ഏകരൂപങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഒരു സമാധാന ശ്രമത്തിന് വേണ്ടി ഇപ്പൊ രാഷ്ട്രീയമായി എങ്ങനെ കണ്ടാലും ശരി,
ഇവിടെ പിന്നെ മുസ്ലിം ലീഗിന്റെ വളരെ സമുന്നതരായ നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിൽ പിന്നെ ഞാൻ ഒരു നടത്തുന്ന അഭിപ്രായപ്പെടണം എന്ന സംഘടന ഇത് പറയാലോ. കണ്ണൂരില് RSSുമായി ഒരു സൗഹൃദ സംഭാഷണത്തിന് CPM പോകുന്നു, ഒരു സമാധാന ശ്രമത്തിനാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ആ സമാധാന സംരംഭത്തെ, ആ സമാധാന ശ്രമത്തെ, ആ ചർച്ചയെ ഇത്രയും ദിവസങ്ങളായിട്ട് എങ്ങനെയാണ് കണ്ടത്? അതിനെ രാഷ്ട്രീയമായാണോ പകരം അതിനെ അതിന് പകരം അതിനെ കണ്ടത് രാഷ്ട്രീയമായിട്ടാണോ അതിനപ്പുറത്തേക്ക് അതിനുള്ളിലുള്ള സത്യത്തെക്കുറിച്ചാണോ എന്നുള്ളതാണ് നമ്മളൊരു പൊതുവേദിയിൽ പറയുകയാണ്. ഇതിന്റെ പൊതു താല്പര്യം എന്ന് പറയുന്നത് ഒരു ശ്രമത്തെ എങ്ങനെ കാണണം, അതിൽ നന്മയെ കാണണോ എന്നുള്ളതാണ്. ആ നന്മയെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഏറ്റവും അധികം വിമർശനങ്ങളും വിരുദ്ധ പ്രചരണങ്ങളും വിരുദ്ധോക്തികളും ഉള്ളത് മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്. ആ മലപ്പുറം ജില്ലക്കെതിരെ, മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിൽ തന്നെ വർഗീയ കലാപങ്ങൾ താരതമ്യേന ഒട്ടും നടക്കാത്ത ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ്. അതാണ് മലപ്പുറം എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ ഡിസംബറിന്റെ ആദ്യവാരത്തിൽ ചെയ്ത വളരെ ഭീകരമായ പ്രസ്താവനയോട് ചേർത്തുകൊണ്ട് എത്ര മലയാള പത്രങ്ങൾ മുഖപ്രസംഗങ്ങൾ എഴുതി, എത്ര മലയാള പത്രങ്ങൾ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. മലപ്പുറം ജില്ലയിൽ തന്നെ കൂടുതൽ കോപ്പി വിറ്റഴിക്കുന്ന പത്രങ്ങളിൽ ആരെങ്കിലും അങ്ങനെയല്ല മലപ്പുറം എന്ന് പറയാൻ സന്നദ്ധമായോ എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിലുള്ള മറ്റു സമുദായക്കാരത് പറയും, മലപ്പുറം ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തകർ പറയും, മലപ്പുറം ജില്ലയിലെ എഴുത്തുകാർ പറയും. അതിന്റെ വലിയ തെളിവാണ് ഇപ്പോ ആ കൃത്യത്വം തുടങ്ങിയ ഇവരെ ശ്രമിക്കുക. അങ്ങനെ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ പക്ഷപാതം പോലും ഇല്ലാതെ, രാഷ്ട്രീയമായ അവർക്കുള്ള അഭിപ്രായങ്ങൾ പോലും ഇല്ലാതെ മലപ്പുറത്തെ വിമർശിച്ചത് സ്വന്തം പാർട്ടിയിലുള്ള രാഷ്ട്രീയ നേതാവാണെങ്കിൽ പോലും അതിനെതിരായിട്ട് രംഗത്ത് വരാൻ ഈ രാഷ്ട്രീയക്കാരോ എഴുത്തുകാരോ സാംസ്കാരിക പ്രവർത്തകരോ തയ്യാറാവുമ്പോൾ പോലും നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തേണ്ട മാധ്യമപ്രവർത്തന ലോകം ആ വഴിയെ വരുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് മാറാട് സംഭവം ഉൾപ്പെടെ 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് സംഭവം, ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാട്, ആ മുസ്ലിം ലീഗ് എടുത്ത നിലപാടിനെ ശ്ലാഘിക്കുന്നതിന് പകരം മുസ്ലിം ലീഗ് എടുത്ത നിലപാട് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് എന്ന് സ്ഥാപിക്കുന്നതിനായിരുന്നു മലയാളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പരിശ്രമിച്ചു എന്നതാണ്. പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവുന്നു? ലീഗിനെ എതിർത്തുകൊണ്ടോ അനുകൂലിച്ചതുകൊണ്ടുള്ള സമാധാനമല്ല പറയുന്നത്. എങ്ങനെ ഒരു വിഷയത്തിലെ സമീപനം എങ്ങനെ ഉണ്ടാവണമെന്നതാണ്. ഈ സദസ്സിന് ഒരേ അഭിപ്രായക്കാരായിരിക്കും. ഒരുപക്ഷെ മുസ്ലിം പ്രശ്നങ്ങളോടും ന്യൂനപക്ഷ പ്രശ്നങ്ങളോടും അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ പ്രാദേശിക പ്രശ്നങ്ങളോടോ ഒക്കെയുള്ള മാധ്യമ സമീപനങ്ങളെ കുറിച്ച് ഒരേ അഭിപ്രായക്കാരായിരിക്കാം. വ്യത്യസ്ത അഭിപ്രായമുള്ള വേദിയിൽ വന്നുപോലും ഒരാൾ ഇങ്ങനെ പറയുന്നില്ല എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാം, ഒരു ഭിന്നമായ അഭിപ്രായം കേട്ട ഒരു സംഗതി പറയാം. മലബാർ കലാപത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ ഇവിടെ ഇനി പ്രസംഗിക്കാൻ വരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വളരെ വികാരമായി കൂടിയും ആവേശത്തോടെയും പറഞ്ഞിട്ട് ഡി ബാബു പോളിനോട് പറഞ്ഞു, ബാബു സാറെ, നമ്മൾ ഈ തിരുവിതാംകൂറുകാരെ പോലെയല്ല മലബാറുകാരും ഏറനാട്ടുകാരും മലപ്പുറത്തുകാരും കേട്ടോ. അവർ അവരുടെ ജീവൻ പകരം കൊടുത്ത് പൊരുതി നേടിയതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അന്ന് നമ്മൾ റാൻമൂളികളായി രാജാക്കന്മാരുടെ കീഴിൽ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയായിരുന്നു എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറത്തിന് പുറത്ത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ മലപ്പുറത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭാഷണം വിപുലപ്പെട്ടു വരുന്നില്ല? എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധത്തിന്റെ സാധ്യതകൾ ഉണ്ടാക്കുന്നില്ല? ആ പ്രതിരോധത്തിന്റെയും സംഭാഷണങ്ങളുടെയും തലത്തിലേക്ക് നമ്മുടെ മാധ്യമ ലോകത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ എഴുത്തിന്റെ ലോകത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടെ ശരിക്കും മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഒരു നേതൃസ്ഥാനീയനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിനെ പോലുള്ള ആളുകളുടെ മുൻകൈയോടുകൂടി സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാന്യനായ ഡോക്ടർ സുബൈർ ഹുദവി ചേകന്നൂർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി അല്ലാഹു സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ തങ്ങളവർകളെ, അഭിവന്ദരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, വളരെ വൈകിയ ഈ വേളയിൽ വിഷയസംബന്ധമായ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. മാധ്യമങ്ങൾ സമാധാന ഭംഗത്തിനു വേണ്ടി നിരന്തരമായി ശ്രമം ബോധപൂർവമോ അബോധപൂർവമോ മാർക്കറ്റിന്റെയും ബിസിനസിന്റെയും അല്ലെങ്കിൽ വർഗീയതയുടെയും ഭാഗത്ത് നിന്നുള്ള നിരന്തരമായ പ്രഷർ മൂലമോ അതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. എല്ലാവരും ആ ഒരു ഭാഗത്തെ തന്നെയായിരുന്നു ശരിവെച്ചുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഒരു ആത്മരോധനം, ഒരു വിഷമം ആ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ളത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്.
അവരെ ശരിപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം, കാരണം ക്രമേണ ഈ ഒരു വിഷയങ്ങൾ, പ്രത്യേകിച്ചും മുസ്ലിം സമൂഹം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരകളാകുന്നത് കൊണ്ടാണ് മുസ്ലിം പക്ഷത്ത് നിന്ന് ഇത്രയേറെ ചർച്ചകളും ആകുലതകളും ആ വിഷയ സംബന്ധമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സത്യമാണ്. അങ്ങനത്തെ ഒരു വളരെ വിഷമകരമായ ഒരു സാഹചര്യം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമികമായോ മുസ്ലിങ്ങളെ സംബന്ധിച്ചോ രാഷ്ട്രീയമോ സാമുദായികമോ സാമൂഹികമോ വിദ്യാഭ്യാസപരമോ ആയ ഏതൊരു വിഷയത്തിലും സമാധാന ഭംഗത്തിന് കാരണമാകാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടലുകൾ മാധ്യമത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതിന് നിരന്തരമായി ശരിവെക്കുകയും ഈ ഒരു സമ്മേളനത്തിലെ പ്രതിപാദ്യങ്ങൾ പോലും ആ ഒരു സംഭവത്തെ ശരിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഉള്ള മാറ്റങ്ങൾ ഒരു പരിധിവരെ ശ്രമം നടത്തേണ്ടത് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വെറുക്കുന്നത് മാധ്യമങ്ങളിലുള്ള ആളുകളാണ്. മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ചോദിച്ച് വിഷമിപ്പിക്കുന്ന മാധ്യമങ്ങളിലെ ചാനലുകളിലെ ആളുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണയുള്ള ഒരുപാട് സാധാരണ സുഹൃത്തുക്കളെ കുറിച്ചല്ല പറയുന്നത്, അതിൽ മികച്ച ആളുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം ചോദ്യങ്ങളോട്, മറുചോദ്യങ്ങളോട്, ക്ലാരിഫിക്കേഷൻസിനോട് അവർ അസഹിഷ്ണുക്കളാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. ചോദിക്കാൻ വേണ്ടി മാത്രം മാർക്കറ്റിനു വേണ്ടി പഠനം നടത്തുക എന്ന് പറയുന്ന ശൈലിയാണുള്ളത്. ഞാനൊരു ഭാഗത്തേക്ക് പോകുന്നതിനപ്പുറം വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് മുസ്ലിം ഇഷ്യൂസ് ഇത്രമാത്രം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ഏറ്റവും നല്ല വായനക്കാരും വൈകാരികമായി അതിനെ പ്രതികരിക്കുന്ന ആളുകളുമാണ് എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ കേരളത്തിലെ തന്നെ എല്ലാ മാധ്യമങ്ങളുടെയും ആഴ്ചപ്പതിപ്പുകളാണെങ്കിലും പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, വൈകാരികമായി സമാധാന ഭംഗങ്ങൾക്ക് വരെ കാരണമാകാവുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം മുസ്ലിം ഇഷ്യൂസാണ്. ക്രൈസ്തവ സഹോദരന്മാരുമായോ ഹൈന്ദവ സഹോദരന്മാരുമായോ മതമില്ലാത്തവരുമായോ ബന്ധപ്പെട്ട് വൈകാരികമായി ഇളക്കിവിടാവുന്ന ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. മലപ്പുറം ജില്ലയിൽ അമുസ്ലിമായ ഒരു സഹോദരൻ ഇന്ത്യയിലെ പത്താൻകോട്ടിലെ സംഭവത്തിലേക്ക് വരെ കാരണമാക്കിയേക്കാവുന്ന ഏറ്റവും വലിയ ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവം പോലും കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിനെ എന്തുകൊണ്ട് ചർച്ച ചെയ്തില്ല എന്ന് അവരോട് ചോദിക്കുന്നതിന് പകരം, അതൊരു കാരണമാണ്, അതൊരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു എന്നതിന് മാധ്യമത്തിലുള്ള ആളുകളോടും മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളോടും ഒക്കെ ചോദിച്ചാൽ നമ്മൾ ഏറ്റവും വൈകാരികമായി പ്രതികരിക്കുന്നവരാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. നമ്മളതറിയാൻ താല്പര്യം, നമ്മളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടാണെങ്കിലും ആക്ഷേപിച്ചാണെങ്കിലും വിമർശിച്ചാണെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ടാണെങ്കിലും ആരൊക്കെ നമ്മളെക്കുറിച്ച് എന്തൊക്കെ പറയാൻ താല്പര്യപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഴത്തിൽ അറിയാൻ പറഞ്ഞന്വേഷിച്ച് പണം കൊടുത്തു വാങ്ങി ഇതിനെല്ലാം തൽപരരായ ആളുകളാണ് നമ്മൾ. ഒന്ന് പ്രശംസിക്കാവുന്നതാണ്, ഏറ്റവും കൂടുതൽ വായനയുള്ള ആളുകളാണ്, ഇഖ്റഇന്റെ ആളുകളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ചകൾ, അത് സംബന്ധമായ വാട്സപ്പ് മെസ്സേജുകൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. കമൽറാം സജീവ് എന്ന് പറയുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ നേതൃസ്ഥാനത്ത് പ്രമുഖനായ കമൽറാം സജീവ് എന്ന് പറയുന്ന പത്രപ്രവർത്തകൻ വന്നതിന് ശേഷം നിങ്ങളൊന്ന് കഴിഞ്ഞ 5-8 വർഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, എല്ലാ ലക്കവും, മിക്കവാറും ലക്കങ്ങൾ, 95% ലക്കങ്ങൾ ഒരു മുസ്ലിം ഇഷ്യൂ എങ്കിലും കൈകാര്യം ചെയ്തിട്ടുണ്ടാകും. ഷാജഹാൻ മാടമ്പാട്ടിനെ പോലെയുള്ള എന്റെ ഒരു പ്രിയ സുഹൃത്താണ്, ഷാജഹാൻ മാടമ്പാട്ടിനെ പോലെയുള്ള ഒരാളുകൾ മതത്തെ വളരെയധികം വിമർശിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു ലേഖനം, ഒരു പതിപ്പ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഈ സമൂഹത്തിൽപ്പെട്ട വേറൊരു മതത്തിൽപ്പെട്ട ആളുകൾക്കും അവരെക്കുറിച്ച് പറയുന്ന വൈകാരികമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ ഇത്രയേറെ അതിനെ അഭിമുഖീകരിക്കാനോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും വികാരങ്ങളുടെ വൈകാരികമായ പ്രതികരണങ്ങളുടെയും അതിന്റെ പ്രചരണങ്ങളുടെയും അത് പല തലങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതിന്റെയും ഒരു ഇടയിൽപ്പെട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണോ എന്ന ഒരു ആത്മവിചിന്തനത്തിന് നമ്മൾ തയ്യാറായാൽ മാർക്കറ്റിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന TRP അവരുടെ ട്രേഡ് അതിന്റെ അനുസരിച്ച് പത്രങ്ങളെയും മാധ്യമങ്ങളെയും മീഡിയകളെയും വിലയിരുത്തുന്ന ആര് കാണുന്നു, എപ്പോൾ കാണുന്നു, എപ്പോൾ കേൾക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കി അഡ്വർടൈസ്മെന്റിന് പോലും ഫലം നിർണ്ണയിക്കപ്പെടുന്ന ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വായനയും കേൾവിയും കാഴ്ചയും ഒക്കെ ഈ ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ഞാൻ കാഴ്ചയെയും കേൾവിയെയും വായനയെയും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, അതിന്റെ വൈകാരികമായ തലങ്ങളെ ഒഴിവാക്കിയിട്ട് വിവേകമായ പരമായ തലത്തിലേക്ക് മാറിപ്പോകണമെന്ന ഒരു ചിന്ത നിരന്തരമായി ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാധ്യമങ്ങളും സമാധാനവും എന്നൊരു വിഷയത്തെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മൾ പോകണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇംഗ്ലീഷിലുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഇംഗ്ലീഷിലുള്ള ഒരു അശ്ലീല സിനിമ ലോകത്തിറങ്ങി 1 വർഷം കഴിഞ്ഞ് ലോകത്ത് പ്രതികരണങ്ങളൊന്നുമില്ലാതെ അത് ഉറുദു ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴാണ് ലോകത്ത് പല നാടുകളിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വരുന്നതും
പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അറബ് നാടുകളിലും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതും മുസ്ലിം ചെറുപ്പക്കാർ പ്രതിഷേധം നടത്തുകയും മുസ്ലിം പട്ടാളക്കാർ അതിനെ എതിർക്കുകയും അവർ വെടിവെപ്പുണ്ടാവുകയും ആയിരങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിന് പോകുന്നത്. ഈ ഒരു വൈകാരികമായ പ്രതികരണം പ്രത്യേകിച്ചും വാർത്തകളോട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതിനെ എങ്ങനെ ചെറുക്കണമെന്ന ആത്മവിചിന്തനമാണ്. മറ്റൊരാളെ പോയി ശരിപ്പെടുത്തുന്നത് ശരിയാണ്, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതും ചെയ്യണം, ഞാൻ അത് ഇല്ല എന്ന് പറയുകയല്ല. ആത്മവിചിന്തനം നടത്തി നമുക്ക് ശരിപ്പെടുത്താവുന്നത് ശരിപ്പെടുത്തിക്കൂടെ എന്ന ഒരു ചിന്ത നമ്മൾ എപ്പോഴും സൂക്ഷിക്കണമെന്ന് പറയാനാണ് താല്പര്യപ്പെടുന്നത്. രണ്ടാമത്, ഇനി നമ്മുടെ ഒരു കയ്യിൽ ഇത്തരം മീഡിയകൾ കയ്യിൽ കിട്ടുമ്പോൾ ഏതൊരു തരത്തിലാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്? സമാധാനം എന്ന് പറയുന്നതിന് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള സമാധാനം മാത്രമല്ലല്ലോ, മൊത്തം ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തിയ മീഡിയയെ ഉപയോഗപ്പെടുത്തുന്നത്? നമ്മുടെ കയ്യിലെത്തിയ, പ്രത്യേകിച്ചും നേരത്തെ ഷാജി സാഹിബ് ഇവിടെ പറഞ്ഞു സോഷ്യൽ മീഡിയയെ കുറിച്ച്, ഒരു ആൾട്ടർനേറ്റീവ് മീഡിയ സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എല്ലാവരും ആഘോഷിക്കുകയാണ്, എല്ലാവരും ഒരു ലൈവ് ചാനലിന്റെ ലൈവ് ട്രാൻസ്മിഷന്റെ ഭാഗമായി നിൽക്കുകയാണ്. ഏറ്റവും വിഷമകരമായി നമ്മുടെ വന്യരായ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കുമാറാകട്ടെ, കോഴിക്കോട് ഹോസ്പിറ്റലിലാകുമ്പോൾ എത്ര മോശമായ തരത്തിലാണ് അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലേക്ക് ഞാനാണ് ആദ്യം പ്രക്ഷേപണം ചെയ്യുന്നത് എന്നൊരു തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും, ചിലപ്പോൾ ഇന്നലെ പോസ്റ്റ് ചെയ്തതിന് ഇന്നും വീണ്ടും സീരിയസ് എന്ന് ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുകയല്ല. നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈമാറ്റം ചെയ്യുന്നത്? മറ്റൊരാളുടെ കൈമാറ്റം ചെയ്യുന്നതിന്റെ സാങ്കത്യങ്ങളും അതിലെ അവരുടെ ധാർമ്മികതയും ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ അകത്തു നിൽക്കുന്ന ഒരാളായതിന്റെ പേരിൽ ഒരു ആത്മവിചിന്തനം അനിവാര്യമാണെന്നും, ഞാൻ നിങ്ങളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ എന്നിലേക്ക് ചൂണ്ടുന്നു എന്ന ആത്മബോധത്തോടും ആത്മവിമർശനത്തിന്റെ അടിസ്ഥാനത്തോടും കൂടി ചോദിക്കാൻ താല്പര്യപ്പെടുന്നത് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് തന്നെ ഹദീസുകൾ, നിങ്ങൾ കേട്ടത് മുഴുവൻ സംസാരിക്കരുത്, ലാ തഖുൽ ബികുല്ലി മാ തസ്മഅ എന്ന് പഠിക്കുകയും, അതേപോലെ തന്നെ അതിലപ്പുറം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു വാർത്ത എത്തിയാൽ അത് കൈമാറ്റം ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് വെരിഫൈ ചെയ്യണം, ഡബിൾ ചെക്ക് ചെയ്യണം എന്ന് പറയുകയും പഠിക്കുകയും ചെയ്യുന്ന നമ്മൾ എങ്ങനെയാണ് വാർത്താ വിതരണത്തിന്റെ, വാർത്താ വിനിമയത്തിന്റെ, സംപ്രേഷണത്തിന്റെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന്റെ കാര്യത്തിൽ നമ്മുടെ കയ്യിലെത്തിയ മീഡിയകളെ എത്രമാത്രം റെസ്പോൺസിബിലിറ്റിയോടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മറ്റുള്ളവർ ശരി ചെയ്യണം, നമുക്ക് എന്തുമാകാം എന്ന് പറയുന്നതിനപ്പുറം ഞാൻ മീഡിയയിലുള്ള സമാധാനഭംഗം വരുത്തുന്ന ആളുകളുടെ പ്രവർത്തനങ്ങളെ ഇല്ല എന്ന് പറയുകയോ നിരാകരിക്കുകയോ ചെയ്യുകയല്ല. ഒരു പരിധിവരെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും വളരെ മോശമായി എല്ലാറ്റിലും ചോര തന്നെ കൊതുകിന് സുഖകരം എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അവർ അന്വേഷിക്കുകയും ഏറ്റവും മോശമായ തരത്തിൽ സമാധാന ഭംഗം വരുത്തുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ നടന്നുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇതിനോടുള്ള പ്രതികരണത്തിനോട് ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ രണ്ടു ഭാഗങ്ങൾ കൂടി നമ്മൾ കൂടി ആലോചിക്കുകയും സോഷ്യൽ മീഡിയയെ ഏറ്റവും പോസിറ്റീവായി, നമ്മുടെ കയ്യിലുള്ള മാധ്യമങ്ങളെ, പത്രങ്ങളെ ഏറ്റവും ക്രിയേറ്റീവായ, ഏറ്റവും ഉപകാരപ്രദമായ, പോസിറ്റീവായ, ആളുകൾക്ക് നന്മയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളെ കൂടുതൽ. തിന്മകൾ ഒരുപാടുണ്ട്, മോശമായ പ്രവണതകൾ ഒരുപാടുണ്ട്. അതുമാത്രം പറഞ്ഞു നിൽക്കുന്നതിന് പകരം അതിനെ മികച്ചു നിൽക്കാവുന്ന നന്മകളുടെ വാക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി മാറുകയാണ് സമാധാന ഭംഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന മാധ്യമ വക്താക്കളോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികരണമെന്ന് മാത്രം അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.